Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Okay, we can start. ആരാ prayer ചെയ്യാൻ ready ആയിട്ടുള്ളത്? Who is ready? Ma'am, ഞാനാണ് സൗഫിയ. Sophia, please. सृष्टिकर्ता ईशो प्यारे, एक हो तुम, एक हो। तुमको अल्लाह, तुमको ईशो, बुद्ध अपरा एक हो। तुम की शंकर, तुम की विष्णु, राम कृष्ण हो तुम ही। तुम की शंकर, तुम की विष्णु, राम कृष्ण हो तुम ही। सृष्टिकर्ता ईशो प्यारे, एक हो तुम, एक हो। एक हो तुम, एक हो। एक हो तुम, एक हो। Very nice. Okay, what's next? Hi ma'am, good afternoon. ഞാൻ ഇന്ന് സൈനിങ് എന്നാണ് പറയുന്നത്. ക്ലിയർ ആണെന്നുണ്ടോ? Okay, fine. ഇടയ്ക്കൊരു ഡിസ്റ്റർബൻസ് വന്നു, ഇപ്പൊ കുഴപ്പമില്ല. ഞാൻ ഇന്നൊരു കഥയാണ് പറയുന്നത്. The crane. An old crane lived near a lake. He could not catch fish. He started crying. A fish named Jiggy peeped out of the lake and said the crane. The crane said, "This lake is drying up. Come, I will take you a safer place." Do not believe the crane, warned Jiggy's friends. But Jiggy did not listen to his friends. He allowed the crane to cry it in its beak. The crane ate Jiggy and was happy. Jiggy friends in the lake were sad. The moral: do not trust anyone blindly. പിന്നെ കഴിഞ്ഞ യൂണിറ്റ് 2 ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ടായിരുന്നത്. അതിനകത്ത് ഹെൽത്ത് ആൻഡ് ഹൈജീൻ ആണ് മിസ് പഠിപ്പിച്ചത്. ഹെൽത്തിന് നമ്മുടെ എയിം എന്താണോ അതാണ് ഹെൽത്ത്. ആ എയിമിലേക്കുള്ള റൂട്ട് അതാണ് ഹൈജീൻ എന്നാണ് മാം പറഞ്ഞത്. പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. താങ്ക് യു മാം. മാം കോഡ്സ് ഞാനായിരുന്നു, അല്പം ലേറ്റ് ആയി പോയി, കണക്ഷൻ പ്രോബ്ലം ഉള്ളതുകൊണ്ട്. Okay, please. പറയട്ടെ മാം? Yes, please. Don't wait for the perfect moment. Take the moment and make it perfect. Dr. APJ Abdul Kalam. Okay, fine. Okay. Simple words but powerful. അല്ലേ? Okay. Thank you, ma'am. ആക്ടിവിറ്റീസ് എന്തൊക്കെയായിരുന്നു ഞാൻ തന്നത്? 3 ഹാൻഡ് മെയ്ഡ് ബർത്ത്ഡേ കാർഡ്സ് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ 2 ഫ്ലവർ വേസ് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2 ഫ്ലവേഴ്സ് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ 10 പേരെ മീറ്റ് ചെയ്തിട്ട് ഒരു സർവേ പോലെ ചെയ്തിട്ട് നമ്മളൊരു കൺക്ലൂഷൻ, ഹെൽത്തിന്റെ ഡെഫിനിഷൻ എന്താന്നുള്ള കൺക്ലൂഷനും പിന്നെ അവരെന്തൊക്കെ സ്റ്റെപ്സ് ആണ് ഹെൽത്തും ഹൈജീനും മെയിൻറ്റെയിൻ ചെയ്യാൻ ചെയ്യുന്നതെന്നുള്ളത് ഒരു റിപ്പോർട്ട് പോലെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മിസ് ക്ലാസ് റൂമിൽ ആ ഒരു ക്വസ്റ്റ്യൻ ഇടാന്ന് പറഞ്ഞിരുന്നു. ഈ ആക്ടിവിറ്റീസിന്റെ ആണോ? യെസ് മാം. ഓക്കെ, ഇടാട്ടോ. നമുക്കൊരു ആക്ടിവിറ്റി ചെയ്യിക്കാനായിരുന്നു, ക്ലാസ്സിൽ ചെയ്യിക്കാനായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് നോക്കുന്നത്.
നിങ്ങൾ ഞാൻ ഏതെങ്കിലും ഇമാജിനറി ആക്ടിവിറ്റി ചെയ്യിച്ചിട്ടുണ്ടോ? ഇല്ല മാം. One imaginary activity. You have to do it with your closed eyes. ആക്ടിവിറ്റി ഇതാണ്, ഹാപ്പിയസ്റ്റ് ഇൻസിഡന്റ് ഇൻ മൈ ലൈഫ്. നമ്മളുടെയൊക്കെ ലൈഫിൽ പല ഹാപ്പിയസ്റ്റ് ഇൻസിഡന്റ് സംഭവിച്ചിട്ടുണ്ട് അല്ലെ? അപ്പൊ ഭയങ്കര ഹാപ്പിയസ്റ്റ്, ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് നമുക്ക് തോന്നിയിട്ടുള്ള ഒരു ഇൻസിഡന്റ് നമ്മൾ അതിനെ റീകളക്ട് ചെയ്യുക. ആ ഇൻസിഡന്റ് നമ്മൾ തിരിച്ചു കൊണ്ടുവരുവാണ്. നമ്മൾ കണ്ണടച്ച് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ കോൺസെൻട്രേഷൻ കിട്ടും. ആ ഇൻസിഡന്റുമായിട്ട് കണക്ട് ചെയ്ത ആളുകളെ നമ്മൾ അവിടെ കാണുന്നു, അവരുമായിട്ട് നമ്മൾ സംസാരിച്ചത് നമ്മൾ വീണ്ടും റീകളക്ട് ചെയ്യുന്നു. അവിടെ ഏതെങ്കിലും പ്രോഗ്രാം ആയിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ മ്യൂസിക് അല്ലെങ്കിൽ ആരെങ്കിലും പാട്ട് പാടോ, അതെല്ലാം നമ്മൾ റീകളക്ട് ചെയ്ത് കൊണ്ടുവരുന്നു. അവിടെ വെച്ച് നമ്മൾ കഴിച്ച ഭക്ഷണം അതിനെപ്പറ്റി ആലോചിക്കുന്നു, അതിന്റെ സ്മെല്ല്, അതിന്റെ ടേസ്റ്റ് എല്ലാം നമ്മൾ റീകളക്ട് ചെയ്യുക. അതായത് നമ്മൾ നമ്മളുടെ 5 സെൻസസ് യൂസ് ചെയ്യുന്നു. ഏതൊക്കെയാ നമ്മളുടെ 5 സെൻസസ്? ഓക്കെ, നിങ്ങൾ പറഞ്ഞതെല്ലാം സെൻസറി ഓർഗൻസ് ആണല്ലേ? നമ്മുടെ സെൻസിന്റെ ഓർഗൻസ്, അതായത് നമുക്ക് വിഷ്വൽ സെൻസിന്റെ ഓർഗൻ ആണ് ഐ എന്ന് പറയുന്നത് അല്ലെ? നമ്മുടെ ലിസണിങ് അല്ലെങ്കിൽ ഹിയറിംഗ് സെൻസിന്റെ ഓർഗൻ ആണ് ഇയർ എന്ന് പറയുന്നത്. നമ്മുടെ സ്മെല്ലിംഗ് സെൻസിന്റെ ഓർഗൻ ആണ് നോസ് എന്ന് പറയുന്നത്. ടേസ്റ്റിംഗ് സെൻസിന്റെ ഓർഗൻ ആണ് ടങ്. ഓക്കെ, പിന്നെ ടച്ചിങ് സെൻസ് അതിന്റെ ഓർഗൻ ആണ് സ്കിൻ അല്ലെങ്കിൽ ആ ഫീല് വരുന്നത്. അപ്പൊ നമ്മളുടെ ഈ 5 സെൻസസ് യൂസ് ചെയ്തിട്ട്, ഇമാജിനറി ആണ് കാരണം ശരിക്കും ആ ഇൻസിഡന്റ് സംഭവിച്ചു കഴിഞ്ഞു, നമ്മളത് വീണ്ടും റീകളക്ട് ചെയ്യുന്നു. റീകളക്ട് ചെയ്തിട്ട് കണ്ണടച്ച് നമ്മളിത് പ്രാക്ടീസ് ചെയ്യുവാണ്. അപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ടത് ആ ഹാപ്പിയസ്റ്റ് ഇൻസിഡന്റ് അത് നടന്ന സ്ഥലം, അവിടെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകള്, അവരുമായി സംസാരിച്ച കാര്യങ്ങൾ വീണ്ടും കേൾക്കുന്നു. പിന്നെ എന്താ പറയാ, അവിടെ കേട്ട പാട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പാട്ടുണ്ടായിരുന്നെങ്കിൽ അത്, അല്ലെങ്കിൽ അവിടെ നിന്ന് കഴിച്ച ഭക്ഷണം, അതിന്റെ ടേസ്റ്റ്, അതിന്റെ സ്മെല്ല്, അവിടെ നിറയെ ഫ്ലവേഴ്സ് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അതിന്റെ സ്മെല്ല്, പിന്നെ ആരെങ്കിലും കേട്ട് നമ്മള് എന്താ പറയാ ഷേക്ക് ഹാൻഡ് ചെയ്തിട്ടുണ്ടോ, ഹഗ് ചെയ്തിട്ടുണ്ടോ, അവരുടെ ഒരു പ്രസൻസ്, അതെല്ലാം വീണ്ടും വീണ്ടും മനസ്സിലേക്ക് വരുവാണ്. വന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് അതിന്റെ ഒരു വലിയൊരു എല്ലാരും കൂടെ ചേരുന്ന ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്ത്, ഒക്കെ ഇമാജിനറി ആയിട്ട് ചെയ്യുന്നതാണ്, ഗ്രൂപ്പ് ഫോട്ടോ എടുത്ത് വെക്കണം. ആ ഗ്രൂപ്പ് ഫോട്ടോയുടെ ബ്രൈറ്റ്നസ് നമ്മൾ കൂട്ടി കൂട്ടി അത് സേവ് ചെയ്ത് വെക്കണം. പിന്നെ ഫോട്ടോ കഴിയുമ്പോൾ നമ്മൾ അതിന്റെ ഒരു വീഡിയോ എടുത്ത് നല്ല ബ്രൈറ്റ്നസ്സോട് കൂടിയുള്ള ഒരു വീഡിയോ ആക്കിയിട്ട് അതും സേവ് ചെയ്ത് വെക്കണം. സോ യു ക്യാൻ സ്റ്റാർട്ട് വിത്ത് യുവർ ക്ലോസ്ഡ് ഐസ്. ഹാപ്പിയസ്റ്റ് ഇൻസിഡന്റ് മൈ ലൈഫ്. പ്ലീസ് സ്റ്റാർട്ട് ചെയ്യല്ലേ?
മാം ഇങ്ങനൊരു ആക്ടിവിറ്റി മൈൽഡ് റോസ് മാം തന്നിരുന്നു. പക്ഷേ കണ്ണടച്ച് റീകളക്ട് ചെയ്ത പറഞ്ഞില്ല. എല്ലാവരും ഓർത്ത് പറയാൻ വേണ്ടി പറഞ്ഞിരുന്നു കേട്ടോ. കഴിഞ്ഞോ? യെസ് മാം. ഓക്കെ, ലേറ്റ് ആയിട്ട് വന്നവരുണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒന്നുമില്ല, നമ്മളുടെ ഒരു ഹാപ്പിയസ്റ്റ് മൊമെന്റ് ഇൻ അവർ ലൈഫ് അത് റീകളക്ട് ചെയ്യുക, അത് നമ്മൾ ഓർത്തെടുക്കുക. ആ സ്ഥലത്തേക്ക് നമ്മൾ പോവുക. നമ്മൾ ഫിസിക്കലി എന്നല്ല, നമ്മൾ നമ്മളുടെ മനസ്സ് അവിടെ എത്തിക്കുക. അത് വീണ്ടും റീകളക്ട് ചെയ്യുക, അതിന്റെ ഒരു ഫോട്ടോ എടുത്ത് വെക്കുക, അതിന്റെ ഒരു വീഡിയോ എടുത്ത് വെക്കുക, നല്ല ബ്രൈറ്റ്നസ്സോട് കൂടി. അതായിരുന്നു. ഇറ്റ്സ് എ സോർട്ട് ഓഫ് മെഡിറ്റേഷൻ. എപ്പോഴെങ്കിലും ഒന്ന് ഡൗൺ ആവുമ്പോൾ വി ക്യാൻ ട്രൈ. എപ്പോഴും നമ്മൾ ഭയങ്കര വിഷമിച്ചിരിക്കുമ്പോൾ, നമുക്ക് വിഷമം മാത്രമല്ലല്ലോ, സന്തോഷം ഉണ്ടാവാറുണ്ട്. സോ യു ക്യാൻ സ്ട്രെസ്ഫുൾ ഒക്കെ ആയിട്ടിരിക്കുമ്പോഴേ ഒരു മെഡിറ്റേഷൻ, പലപ്പോഴും ആളുകൾ പറയുന്നത് മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല എന്ന്. ഇതൊന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഒരു നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുന്ന മ്യൂസിക് കേട്ടുകൊണ്ട് മെഡിറ്റേറ്റ് ചെയ്യുന്നവരുണ്ടാവും. അതൊന്നും കേൾക്കാതെ സറൗണ്ടിങ്സിലെ സൗണ്ടിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് മെഡിറ്റേറ്റ് ചെയ്യുന്നവരുണ്ടാവും. ഇറ്റ് ഡിപ്പെൻസ് ആളുകളെ. ചിലർക്ക് ഒരു 5 minutes കൂടുതൽ ഇരിക്കാൻ പറ്റുന്നില്ല. ദാറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം. 5 minutes കൂട്ടി കൊണ്ടുവരാം. ഓക്കെ, അത് പിന്നെ ചിലപ്പോൾ വീട്ടിലെ ചില സാഹചര്യങ്ങൾ കാരണം അങ്ങനെ ഒരു കോർണറിൽ ശാന്തമായി ഇരിക്കാൻ പറ്റിയെന്ന് വരില്ല. ഡിപ്പെൻസ്. അല്ലെങ്കിൽ നിങ്ങളുടെ പ്രെയർ ടൈമിൽ യു ക്യാൻ ഡു മെഡിറ്റേഷൻ. ആ ഒരു പ്രെയറും ഇതുകൂടെ ചേർത്ത് ചെയ്യാം. ഇറ്റ്സ് അപ് ടു യു. ഞാൻ മെഡിറ്റേഷൻ ചെയ്യണമെന്ന് പറയാൻ കാരണം നിങ്ങൾ എല്ലാവരും മോണ്ടിസോറി ഫെസിലിറ്റേറ്ററായി മാറാൻ പോകുന്നവരാണ്. അപ്പോ മോണ്ടിസോറി ഫെസിലിറ്റേറ്റർക്ക് ഏറ്റവും അത്യാവശ്യമായി വേണ്ടുന്ന ഒരു ക്വാളിറ്റിയാണ് ഒബ്സർവേഷൻ. കുട്ടികളെ നല്ല പോലെ ഒബ്സർവ് ചെയ്യുക. എന്നാലേ മനസ്സിലാവുള്ളൂ അവരുടെ പ്രശ്നങ്ങളും അവരുടെ പൊട്ടൻഷ്യലും കുട്ടികളുടെ കഴിവും അവരുടെ കുറവുകളും അവരിൽ എന്താണ് ശരിയാവേണ്ടതെന്നൊക്കെ മനസ്സിലാവുള്ളൂ. അവരുടെ ബിഹേവിയർ ഒക്കെ മനസ്സിലാവുള്ളൂ. നമ്മുടെ വീട്ടിലെ കുട്ടികൾ ഉൾപ്പെടെ നമ്മുടെ നാട്ടിലെ കുട്ടികൾ, നമ്മൾ പഠിപ്പിക്കാൻ പോകുന്ന സ്ഥലത്തെ കുട്ടികളെല്ലാം അതിന് വേണം. അതിന് ആ ഒബ്സർവേഷൻ പവർ നമുക്ക് വേണമെങ്കിൽ നമുക്ക് നല്ല കോൺസെൻട്രേഷൻ വേണം. തലയിൽ കൂടെ 100 കാര്യം വെച്ചിട്ട് നമുക്ക് ഒരിക്കലും കുട്ടികളെ ഒബ്സർവ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് നല്ല കോൺസെൻട്രേഷൻ വേണം. അത് നമ്മൾ നല്ല പ്രാക്ടീസോട് കൂടിയേ നമുക്ക് കിട്ടുള്ളൂ. ആ കോൺസെൻട്രേഷൻ, ഒബ്സർവേഷൻ കിട്ടാനുള്ള കോൺസെൻട്രേഷൻ നമുക്ക് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ നമ്മൾ മെഡിറ്റേഷൻ ചെയ്താലാണ് ആ പ്രാക്ടീസ് നമുക്ക് വരുള്ളൂ. മനസ്സ് കാമായിരിക്കണം. അപ്പൊ മാത്രമാണ് നമുക്ക് കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ, അല്ലേ? അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് മെഡിറ്റേഷൻ ചെയ്യണം എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എവ്രി ക്ലാസ്, എല്ലാ ക്ലാസ്സിലും നമ്മൾ മെഡിറ്റേഷൻ ചെയ്യേണ്ടതാണ്. നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. സമയം കുറവാണല്ലോ, 1 hour അല്ലേ. മെഡിറ്റേഷൻ നമ്മൾ 10-15 minutes ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. സോ വൺസ് ഇൻ എ വൈലൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് പിന്നെ വീട്ടിൽ പ്രാക്ടീസ് ചെയ്യാം. പിന്നെ ഇച്ചിരി വെറൈറ്റി ആയിട്ട് മെഡിറ്റേഷൻ ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദേ ക്യാൻ ലീഡ് ഇൻ എനി ഓഫ് ദ ക്ലാസ്. അവർക്ക് ലീഡ് ചെയ്യാം. ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ ഞാൻ മെഡിറ്റേഷൻ ലീഡ് ചെയ്യാന്ന് പറഞ്ഞ് മുന്നോട്ട് വരാം. തീർച്ചയായിട്ടും വരണം. അങ്ങനെ വേണം നമ്മുടെ ക്ലാസ് പോകാൻ. ഓക്കെ, അപ്പൊ ഞാൻ ഹെൽത്ത് ആൻഡ് ഹൈജീൻ എന്നുള്ള ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തോ അതോ ഇനി അതിനുണ്ടോ, തീരാനുണ്ടോ? ലാസ്റ്റത്തെ എയിംസ് ആൻഡ് വാല്യൂസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ അത് പറയുന്നുണ്ട്. Okay, next one, aims and values of health education. We have many points. ഈ കുറച്ച് പോയിന്റ്സിൽ ഒതുങ്ങാവുന്നതല്ലാതെ നമുക്ക് അതുമായിട്ട് ഡീൽ ചെയ്ത് കഴിയുമ്പോൾ പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് ആരാ റീഡ് ചെയ്യുക? ഞാൻ വായിക്കാം മാം. ഓക്കെ. Aims and values of health education. The following are the main aims and objectives of health education in schools.
First one, to provide information about health and hygiene. It aims at introducing the pupils and the teachers with the functioning of the body, the rules of health and hygiene, and the preventive measures for warding off diseases. It is to be notice of the pupils how bad habits, unhygienic ways of living, addiction to smoking and liquor, and such unhealthy practices results in wrong consequences. Betterment of human relationships, particularly from the standpoint of health. One second. ഓക്കെ, സോ നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു, ഹെൽത്ത്, ഹൈജീൻ, അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു അല്ലെ. ഹെൽത്ത് എഡ്യൂക്കേഷന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ മനസ്സിലാക്കി. ഹെൽത്ത് എഡ്യൂക്കേഷൻ നമ്മൾ എന്തിനെല്ലാം ഹെൽപ്പ് ചെയ്യുന്നു എന്ന്. ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാൻ, പ്രിവെന്റ് ഇൽനെസ് ആൻഡ് ഇഞ്ചുറി, അതുപോലെ തന്നെ നമ്മളുടെ ക്രോണിക് കണ്ടീഷൻസ്, ഡയബറ്റിക്, തൈറോയിഡ്, പ്രഷർ, ഷുഗർ, അങ്ങനെ പല പല ക്രോണിക് കണ്ടീഷൻസ് വരെയുള്ള അതെല്ലാം മാനേജ് ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യും. നമുക്ക് അതിന് വേണ്ടത് നോളജ്, സ്കിൽസ് ഇതെല്ലാം തരുവാണ്. ഈ ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അതാണ് ചെയ്തത്. അത് എന്ത് ഏരിയയിലെ എഡ്യൂക്കേഷനും അത് തന്നെയാണ് തരുന്നത്. അത് നമ്മൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ചിരിക്കും, നമ്മൾ എങ്ങനെ അപ്ലൈ ചെയ്യുന്നു അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇതിന്റെ എയിംസ് ആൻഡ് വാല്യൂസ് ആണ് നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത്. നമുക്ക് ഹെൽത്തിനെ കുറിച്ചും ഹൈജീനെ കുറിച്ചും ഒരു ഇൻഫർമേഷൻ തരിക, അതാണ് ഫസ്റ്റ് എയിം, ടു പ്രൊവൈഡ് ഇൻഫർമേഷൻ എബൌട്ട് ഹെൽത്ത് ആൻഡ് ഹൈജീൻ. എപ്പോഴും സ്കൂളിനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു, കാരണം കുഞ്ഞുങ്ങൾ ചൊട്ടയിലെ ശീലം ചുടല വരെയുന്ന കുഞ്ഞുങ്ങൾ അത് ശീലിച്ചു വരുന്നു. വൺസ് അവരത് ശീലിക്കാൻ തുടങ്ങുമ്പോൾ അവർ ആ രീതിയിൽ തന്നെയായിരിക്കും അവരുടെ മുന്നോട്ടുള്ള ലൈഫും. ആ ഒരു ഹൈജീൻ ഒക്കെ കുഞ്ഞുങ്ങളിൽ വരുന്നത് അങ്ങനെ തന്നെയാണ്. അല്ലെങ്കിൽ കോൾഡ് ഒക്കെ വരുമ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ, കുട്ടികളുടെ മുഖത്ത് നിറയെ, കയ്യിൽ നിറയെ ഒക്കെ അങ്ങനെ. അത് വരുമ്പോൾ എങ്ങനെ അത് മാനേജ് ചെയ്യണം എന്നൊരു നമ്മൾ അവരെ പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞാൽ അവരത് നല്ലപോലെ ശ്രദ്ധിക്കും. പിന്നെ ഇതിന്റെ റൂൾസ്, ഹെൽത്ത് ആൻഡ് ഹൈജീനിന്റെ റൂൾസ് എന്തെല്ലാമാണ്, പ്രിവെന്റീവ് മെഷേഴ്സ്, വാർഡിങ് ഓഫ് ഡിസീസ്, അതായത് അതിനെ പ്രിവെന്റ് ചെയ്യുക, അതിനെ എന്താ പറയുക, വൈപ്പ് ഔട്ട് ചെയ്യുക, ആ ഒരു അസുഖങ്ങളൊക്കെ വരുമ്പോൾ അതിനെ തുടച്ചു നീക്കുക എന്നുള്ള രീതിയിൽ പറയുന്നത്. കുട്ടികളോട് ബാഡ് ഹാബിറ്റ്സ്, ഇൻഹൈജീനിക് വേസ് ഓഫ് ലിവിങ്, അങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെ ബാധിക്കും, നമുക്ക് ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. പിന്നെ സ്മോക്കിംഗ്, അതുപോലെ തന്നെ ലിക്വർ, അത് ചെറിയ പ്രായത്തിലെ അതിന്റെ മോശം വശങ്ങളെ കുറിച്ച് അവർ മനസ്സിലാക്കണം. ശരിക്കും അവയർനെസ് ഈ അഡൾട്ടിനെല്ലാം ഉണ്ട്, സ്മോക്കിങ്ങിന്റെ സൈഡ് എഫക്ട്സ് എന്താണെന്നും അതുകൊണ്ട് ലൈഫ് എങ്ങനെ നശിച്ചു പോകുന്നു എന്നുള്ളതും, ഡ്രിങ്ക്സ് യൂസ് ചെയ്ത, ഡ്രഗ്സ് യൂസ് എല്ലാം അഡൾട്ട്സിന് അറിയാം, അഡോളസന്റ് ഗ്രൂപ്പിന് അറിയാം. ബട്ട് എന്നാലും അവർ അതിലേക്ക് പോകുന്നു. അവർക്ക് ചുമ്മാ ക്ലാസ് ഒന്നും കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല. അവരെ അതിൽ നിന്നും അവരുടെ ശ്രദ്ധ മാറ്റുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസിലേക്ക്, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് പറ്റും. ഓക്കെ, ഇതിന്റെയൊക്കെ ഇപ്പൊ ചെറുപ്രായത്തില് ഇതെല്ലാം ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നുള്ളത് തന്നെ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കി തന്നെ വരും. പിന്നെ അൺഹെൽത്തി ആയിട്ടുള്ള പ്രാക്ടീസസ് ലൈക്ക് ഈവൻ ദോ ജങ്ക് ഫുഡ് ആണെങ്കിലും അല്ലെങ്കിൽ അങ്ങനെ പല അൺഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് പല അസുഖങ്ങളിലേക്കും അനാരോഗ്യത്തിലേക്കും കൊണ്ടുപോകുന്നുള്ളതൊക്കെ കുട്ടികൾക്ക് മനസ്സിലാക്കണം. പിന്നെ അതുപോലെ തന്നെ ഹ്യൂമൻ റിലേഷൻഷിപ്പിന്റെ ബെറ്റർമെന്റ്, അതായത് ഒരു ഹെൽത്തിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ തന്നെ ഇപ്പം ഭയങ്കരമായിട്ട് സ്മോക്ക് ചെയ്യുന്ന ഒരാള്, ഭയങ്കരമായിട്ട് ഡ്രിങ്ക്സ് യൂസ് ചെയ്യുന്ന ഒരാൾ, അയാളെ സൊസൈറ്റി തന്നെ അകറ്റി നിർത്തും അല്ലെ. കാരണം വെച്ചാൽ അയാളുമായിട്ടൊരു ബന്ധം നല്ല രീതിയിൽ ആരും ഉണ്ടാവില്ല എന്ന് എല്ലാവർക്കും അറിയാം. സോ അങ്ങനെ ബെറ്റർമെന്റ് ഓഫ് ഹ്യൂമൻ റിലേഷൻഷിപ്പ് അതെല്ലാം ഹെൽത്തിന്റെ പോയിന്റ് ഓഫ് വ്യൂല്, സ്റ്റാൻഡ് പോയിന്റിൽ തന്നെ കാണണം. അപ്പൊ ഹെൽത്ത് ആൻഡ് ഹൈജീൻ അത്രയും ഇമ്പോർട്ടന്റ് ഉണ്ട്. റിലേഷൻഷിപ്സ്, നമ്മൾക്കിപ്പോ ഒട്ടും വൃത്തിയില്ലാതെ വരുന്ന ഒരാളോട് നമുക്ക് അടുപ്പം കാണിക്കാനോ സംസാരിക്കാനോ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല. അതിപ്പോ റിലേഷൻഷിപ്പ് എന്നുള്ളത് ഇതിനെ ഡിപ്പെൻഡ് ചെയ്ത് തന്നെ നിൽക്കുന്നുണ്ട്, ഹെൽത്തിനെയും ഹൈജീനും. നെക്സ്റ്റ് സെക്കൻഡ് പോയിന്റ് ആരാ റീഡ് ചെയ്യാൻ? ഞാൻ To maintain norms of good food health.
It helps the school authorities to keep certain principles of health in school. A number of programs of good health growth in the pupil, sufficient habits of hygiene, atmosphere such as cleanliness, etc. നമുക്ക് ഗുഡ് ഫുഡ് ഹെൽത്ത് അല്ലെ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും നമ്മുടെ ഹെൽത്തുമായിട്ട് റിലേറ്റഡ് ആണ്. നിങ്ങൾ പല ചാപ്റ്ററിന്റെ പല പാർട്സിലൂടെ പോയപ്പോഴും അത് മനസ്സിലായിട്ടുണ്ടാവും അല്ലെ. ഫുഡ് ന്യൂട്രീഷൻ അതിനകത്ത് പറയുന്നുണ്ട് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ഭക്ഷണം അതെങ്ങനെയാണ് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് നമുക്ക് എനർജി തരുന്നത്, അതെല്ലാം നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട് അതിലൂടെ. അപ്പോ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് നല്ല ഹെൽത്തി ഫുഡ് കഴിക്കണം, ബാലൻസ്ഡ് ഡയറ്റ് എന്നുള്ള ഒരു കാര്യമുണ്ട്. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് പല പ്രോഗ്രാംസും നമ്മൾ കണ്ടക്ട് ചെയ്യണം. കുട്ടികൾക്ക് എങ്ങനെയാണ് നല്ല ഹൈജീൻ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറും ക്ലീൻലിനെസ്സും അവരുടെ ഹെൽത്തിനെ എങ്ങനെ ബാധിക്കുന്നു, നല്ല ഭക്ഷണം അവരുടെ ഹെൽത്തിനെ എങ്ങനെ ബാധിക്കുന്നു. നമ്മൾ കുഞ്ഞു കുട്ടികൾക്ക് പറയില്ലേ, നിറയെ ക്യാരറ്റ് കഴിച്ചു കഴിഞ്ഞാൽ നല്ല കളർ വെക്കും, നല്ല മുടി വരും. ആക്ച്വലി ഗുഡ് ഫുഡ് ഹെൽത്തിനെ അവരിലേക്ക് എത്തിക്കാനുള്ള ഒരു ചെറിയ മാർഗമാണ് അമ്മമാര് ചെയ്യുന്നത്. ബട്ട് അത് സ്കൂളിൽ നല്ല പ്രോഗ്രാംസ്, ഇപ്പം ചിലയിടത്തൊക്കെ ഫുഡ് ഫെസ്റ്റ് നടത്തും ഇതുപോലെ അല്ലെ. എന്താ പറയാ, നാച്ചുറൽ ആയിട്ടുള്ള നല്ല ഹെൽത്തി ഫുഡ് ഉണ്ടാക്കി കൊണ്ടുവരണം വീട്ടിൽ നിന്ന്, ആവിയിലുള്ളത് അല്ല, അങ്ങനെ അല്ലെങ്കിൽ സാലഡ്സ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഫുഡ് ഫെസ്റ്റ്, അങ്ങനെ പല പല ക്യാമ്പയിൻസും പ്രോഗ്രാമും സ്കൂളുകളിൽ നടത്താറുണ്ട് കുട്ടികൾക്ക് ഗുഡ് ഫുഡ് ഹെൽത്തിനെ കുറിച്ചുള്ള അവയർനെസ് കൊടുക്കാൻ വേണ്ടിയിട്ട്. പാരഗ്രാഫ് തുടങ്ങുമ്പോ ഫസ്റ്റ് ഹെൽപ്സ് എന്നാണ്, അതൊന്ന് കറക്റ്റ് ചെയ്യാൻ പറയുന്നത്. HELPS. പിന്നെ മാം ഈ ഫുഡിന്റെ കാര്യം ഇപ്പൊ മാം പറഞ്ഞില്ലേ ഫുഡ് ഫെസ്റ്റ് നടത്തുന്നു. അപ്പൊ ഞാൻ ചെറിയൊരു സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ ശരിക്കും ഞങ്ങൾക്ക് ഓരോ തീം ബേസ്ഡ് ആണ്, ഓരോ ബ്ലോക്ക് ഓരോ തീം വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ജൂണിൽ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യുമ്പം ആദ്യം ഫസ്റ്റ് നമ്മുടെ ഓൾ അബൌട്ട് മീ എന്ന് പറയും. അതായത് നമ്മുടെ ബോഡിയെ കുറിച്ച്, നമ്മുടെ എന്തൊക്കെ ഓർഗൻസ് ഉണ്ട്, അല്ലെങ്കിൽ ബോഡിയിൽ എന്തൊക്കെ അവയവങ്ങളുണ്ട്, ഇതെല്ലാം പഠിപ്പിക്കും. പിന്നെ എങ്ങനെയാണ് നെയ്ബേഴ്സിനോട് പെരുമാറുന്നത്, പേരൻസിനോട് പെരുമാറുന്നത്. ഇപ്പൊ രാവിലെ എണീക്കുമ്പോൾ ഗുഡ് മോർണിംഗ് പറയണം, കിടക്കുമ്പോൾ ഗുഡ് നൈറ്റ് പറയണം. ഫസ്റ്റ് ഇപ്പം ടീച്ചേഴ്സിനെ ആണെങ്കിൽ സ്കൂളിലേക്ക് വരുമ്പോൾ ഫ്രണ്ട്സിനെ, ടീച്ചേഴ്സിനെ കാണുമ്പോൾ ഗുഡ് മോർണിംഗ്, അങ്ങനെയുള്ള ഇതൊക്കെയാണ് ഫസ്റ്റ് ബ്ലോക്ക് വരുന്നത്. സെക്കൻഡ് ബ്ലോക്ക് ഞങ്ങളുടെ ഈ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഫുഡ് വി ഈറ്റ് എന്ന് പറയുന്നതാണ് ഞങ്ങളുടെ ബ്ലോക്ക്. 20 days ആണ് ആ ബ്ലോക്ക് വരുന്നത്. അതിൽ ഫുള്ള് നമ്മൾ ഈ ജങ്ക് ഫുഡ്, ഹെൽത്തി ഫുഡ്, ഇതിനെ കുറിച്ചാണ് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. പറഞ്ഞു കൊടുക്കുന്നതല്ല, നമ്മളെല്ലാ ആക്ടിവിറ്റീസിലും കൂടെ അതുപോലെ ക്രാഫ്റ്റ്, റൈംസ്, ഇത് വെച്ചിട്ടാണ് നമ്മളെല്ലാം അവർക്ക് കുട്ടികൾക്ക് മനസ്സിലാക്കുക. പ്ലേ ഗ്രൂപ്പ് തുടങ്ങി UKG വരെ ഉള്ളൂ. അപ്പം ഞങ്ങൾ ശരിക്കും അതിന്റെ ലാസ്റ്റ് ഓരോ ബ്ലോക്ക് തീരുമ്പോഴും ഞങ്ങളത് സെലിബ്രേറ്റ് ചെയ്യും. സെലിബ്രേറ്റ് ചെയ്യുന്ന ദിവസം ഈ പറഞ്ഞ പോലെ കുട്ടികളോട് തന്നെ പറയും ഇത് ഹെൽത്തി ഫുഡ്. ആ ബ്ലോക്ക് തീരുന്നില്ല. ഇപ്പൊ എല്ലാ ദിവസവും ജങ്ക് ഫുഡ് ഞങ്ങൾ അലൗഡ് അല്ല എങ്കിൽ പോലും ഈ ബ്ലോക്ക് എടുക്കുന്ന ആ സമയത്ത് കമ്പൽസറി ആയിട്ട് പറയും, ഒരു കാരണവശാലും ജങ്ക് ഫുഡ് കൊണ്ടുവരും, ഒന്നുകിൽ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ വെജിറ്റബിൾസ് അല്ലെങ്കിൽ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഹെൽത്തി ഫുഡ് കൊണ്ടുവരാൻ പറയും. എന്നിട്ട് ലാസ്റ്റ് ഡേ ഞങ്ങള് ഇതുപോലെ ഒരു എല്ലാവരോടും ഇപ്പൊ സാലഡ്സ്, ഇപ്പൊ സ്കൂളിൽ ഇങ്ങനെ ഞങ്ങൾ അതുപോലെ ഉണ്ടാക്കി കൊടുക്കും. അല്ലെങ്കിൽ ഇതുപോലെ തന്നെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ആ സ്നാക്സ് ആയിരിക്കും അവർക്ക്. രാവിലെ 10:30-ക്കാണ് സ്നാക്സ് കൊടുക്കുന്നത്. ആ ടൈമിൽ ഇങ്ങനെ എല്ലാ ക്ലാസ്സിലെയും കുട്ടികൾ കൊണ്ടുവന്ന് എല്ലാം കൊണ്ടുവന്നിട്ട് അത് ഷെയർ ചെയ്ത് മറ്റുള്ള ക്ലാസ്സിലെ കുട്ടികൾക്കും കൊടുക്കും. അതൊരു ഫുഡ് ഫെസ്റ്റ് പോലെ വെച്ച് ഞങ്ങൾ ചെയ്യാറുണ്ട്. അപ്പൊ അവർക്ക് ശരിക്കും ഹെൽത്തി ഫുഡ് എന്താണ്, ജങ്ക് ഫുഡ് എന്താണ് എന്നുള്ളത് പെട്ടെന്ന് കുട്ടികൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഒരു എന്തെങ്കിലും ഒരു ഇത് കണ്ടു കഴിഞ്ഞു, ഇപ്പൊ തന്നെ എന്റെ മോൻ തന്നെ അവിടെ നഴ്സറിയിലാണ് പഠിക്കുന്നത്. അവനൊരു എന്തെങ്കിലും ഒരു സാധനം കണ്ടു കഴിഞ്ഞാൽ അമ്മ ഇത് ഹെൽത്തി ഫുഡാണ്, ഇത് കഴിക്കാം, കുഴപ്പമില്ല. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ചോക്ലേറ്റോ എന്തെങ്കിലും, ഇത് ജങ്ക് ഫുഡാണ്, അത് കഴിക്കാൻ പാടില്ല, അങ്ങനെ പറയും. അപ്പൊ അത് ശരിക്കും ഞങ്ങൾ റൈംസ് അല്ലെങ്കിൽ അതിന്റെ ആക്ടിവിറ്റീസ് ആയിരിക്കും കൂടുതൽ ആ ടൈമിൽ ചെയ്യുന്നത്. അപ്പം മാം ഇപ്പൊ അങ്ങനെ ഫുഡ് ഫെസ്റ്റ് നടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞതാ. വെരി ഗുഡ്, നൈസ് ഇൻഫർമേഷൻ. സ്കൂളുകളിലെല്ലാം അങ്ങനെ ചെയ്യുന്നത് നല്ലതായിരിക്കും. പലപ്പോഴും സ്കൂളുകളിൽ കാണുന്ന ഒരു ടെൻഡൻസി, ചില സ്കൂളുകളിലിട്ടോ, എല്ലാ സ്കൂളുകളിലും അവർ ആ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നല്ലാതെ അതിന്റെ കറക്റ്റ് ഒരു റിസൾട്ടോ അതിന്റെ ഒരു എയിമിലേക്കോ അങ്ങനെ എത്തുന്നില്ല പലപ്പോഴും. ഒരു അക്കാദമിക് ഇയർ തീരാറാവുമ്പോഴേക്കും ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് കൊണ്ട് ചെയ്ത് തീർക്കുന്ന അങ്ങനെ ആയി പോകാറുണ്ട് പല പ്രോഗ്രാം. പ്രത്യുഷ പറഞ്ഞപ്പോ എനിക്കത് വളരെ
ആ സ്കൂളിൽ അത് നല്ല രീതിയിൽ നടക്കുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, മോന് അതിനുള്ള റിഫ്ലക്ഷനും ഉണ്ടായല്ലോ. ദാറ്റ് മീൻസ് ആ ഒരു അതാ നമ്മൾ പറഞ്ഞത്, ഒരു കുഞ്ഞിന് ഒരു അവയർനെസ് കൊടുക്കുമ്പോൾ അവൻ അത് വീട്ടിൽ വന്ന് പറയുന്നു. അങ്ങനെ പല പല കുട്ടികൾ പല വീടുകളിൽ എന്ന് പറയുമ്പോൾ ഒരു സൊസൈറ്റിയിലാണ് അതിന്റെ ചേഞ്ചസ് ഉണ്ടാകുന്നത്. ഇത് ഓവർ ഹിയറിങ് കുട്ടികൾ പറയുമ്പോൾ ചിലപ്പോൾ പാരന്റ്സ് ഇത് ഓവർ ഹിയർ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ അവർക്ക് എന്തെങ്കിലും ഒരു ബാഡ് ഹാബിറ്റ്സ് ഉണ്ടെങ്കിൽ അവര് ഡെഫിനറ്റ്ലി അവരത് മാറ്റും. എനിക്കൊരു അനുഭവം എന്ന് പറഞ്ഞാൽ, ഞാൻ ചെറിയ ക്ലാസ്സിലായിരുന്ന സമയത്തെ, നമുക്ക് അറിയില്ലല്ലോ, അച്ഛൻ സ്മോക്ക് ചെയ്യുമായിരുന്നു. അപ്പം അച്ഛൻ അന്ന് ഞാൻ 4ാം ക്ലാസ്സിലോ 5ാം ക്ലാസ്സിലോ അത്രയും കണ്ട ആ ഒരു ചെറിയ പ്രായം. അച്ഛൻ എന്ത് ചെയ്യും അപ്പൊ എനിക്ക് ഇതിന്റെ ദൂഷ്യവശങ്ങളെ കുറിച്ച് അന്ന് അറിയില്ല. ഇപ്പോഴല്ലേ ഭയങ്കരമായിട്ട് ഇത് ആളുകൾ ഉപയോഗിച്ച് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ കേട്ട് നമ്മൾ ചെറുപ്പത്തിലെ കേട്ട് മനസ്സിലാക്കുന്നത്. അപ്പം എന്നെയാണ് ഒരു ചെറിയ പെട്ടിക്കട പോലെയാണ് അവിടെ വിടുന്നത് ഈ സിസർ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ ഈ ഷോപ്പിൽ ചെന്നത് വാങ്ങുമ്പോ അവിടെ ഈ 2 ചെക്കന്മാരിയ്ക്കുന്നുണ്ടാവും, വലിയ ആൾക്കാര്. അപ്പൊ ഇവരെന്നെ വഴിയിൽ വെച്ച് കാണുമ്പോ എന്നെ സിസർ എന്ന് വിളിക്കുമായിരുന്നു. ചെറിയ ക്ലാസ്സിലായതുകൊണ്ട് എനിക്കതിന്റെ ആ ഒരു കളിയാക്കലിന്റെ ഫീല് ഭയങ്കരമായിട്ടൊന്നും എന്റെ മനസ്സിലേക്ക് എത്തിയില്ല. പക്ഷെ അമ്മ ഇത് മനസ്സിലാക്കിയപ്പോ അമ്മ ഇങ്ങനെ പറഞ്ഞു, ഒരു പെൺകൊച്ചിനെ ഇങ്ങനെ ഒരു കമന്റ് അടിക്കുവാണല്ലോ ശരിക്കും ചെയ്യുന്നത്. എനിക്കിത് മനസ്സിലാക്കാനുള്ള ഒരു മെച്യൂരിറ്റിയും ബോധവും ഒന്നും ഉണ്ടായില്ല. അന്ന് അച്ഛൻ സ്മോക്കിംഗ് ഉപേക്ഷിച്ചു. നല്ലപോലെ സ്മോക്ക് ചെയ്തിരുന്ന എന്റെ ഫാദർ അന്ന് ആ സ്മോക്കിംഗ് ഉപേക്ഷിച്ചു. അപ്പൊ അതൊരു ശരിക്കും അങ്ങനെ ഒരു കാര്യം വന്നപ്പോ അതുപോലെ തന്നെയാണ് നമ്മുടെ മക്കൾ വന്നിങ്ങനെ വീട്ടിൽ വന്ന് ഓരോ കാര്യങ്ങൾ അവർ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ അതിന്റെ ഒരു ചേഞ്ച് എന്തായാലും നമ്മുടെ വീടുകളിൽ ഉണ്ടാകും. അപ്പൊ കുട്ടികളിലൂടെ കുറേ ചേഞ്ചസ് വരുത്താനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെയാണ് മറിയ മോണ്ടിസോറി ഈ മെത്തേഡ്, നമ്മൾ ആ മെത്തേഡിലേക്കൊന്നും ആയിട്ടില്ലെങ്കിൽ കൂടിയും ഞാൻ പറയുകയാണ്, മറിയ മോണ്ടിസോറി ആ മെത്തേഡ് കുഞ്ഞുങ്ങളിലാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അവർ പെട്ടെന്ന് കാര്യങ്ങൾ അബ്സോർബ് ചെയ്യും. അവരുടെ മനസ്സ് അങ്ങനെയാണ്, ഒരു സ്പഞ്ച് പോലെയാണ്. വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ സ്പഞ്ച് വെള്ളം ഇങ്ങനെ അബ്സോർബ് ചെയ്തെടുക്കില്ലേ, അതുപോലെയാണ് ഇവരുടെ മൈൻഡ്. അപ്പൊ ശ്രദ്ധിക്കണം, നമ്മള് കുട്ടികളുടെ മുന്നിൽ വെച്ച് നല്ലത് പറഞ്ഞാൽ ഓക്കെ അവർ അബ്സോർബ് ചെയ്തു. അതുപോലെ തന്നെ നെഗറ്റീവ് കാര്യങ്ങൾ പാരന്റ്സ് തമ്മിൽ വഴക്കുണ്ടാക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കുട്ടികളുടെ മുന്നിൽ നിന്ന് സ്മോക്ക് ചെയ്യുന്നത്, മദ്യപിക്കുന്നത്, അവർക്ക് എപ്പോഴും റോൾ മോഡൽ അഡൾട്ട്സ് ആണ്. അത് കുട്ടികൾക്ക് അച്ഛനാകാം അമ്മയാകാം. അവരെന്താ ചെയ്യുന്നത്, അല്ലെങ്കിൽ ചേച്ചി ചേട്ടൻ അവരെന്താ ചെയ്യുന്നത് അനുകരിക്കും. അതുകൊണ്ട് നമ്മൾ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ടതുണ്ട്. എപ്പോഴും അത് നല്ലപോലെ ശ്രദ്ധിക്കണം. കാരണം ഇവരുടെ മൈൻഡ് എങ്ങനെയാണ്, അവരതങ്ങ് അബ്സോർബ് ചെയ്യും. വലിച്ചിട്ട് കുറ്റി സിഗരറ്റോ വീഡിയോ എടുത്ത് വലിക്കാൻ അവർ ഒരിക്കലും മടിക്കില്ല. എന്റെ ഒരു ഫ്രണ്ടിന്റെ മോൻ ഇതുപോലെ അപ്പൂപ്പൻ ബീഡിയായിരുന്നു വലിക്കുന്നത്, ബീഡിക്കുറ്റി ഇങ്ങനെ വലിച്ചിടുന്നത്. അതിങ്ങനെ കണ്ടിന്യൂസ്, അവനപ്പോ ഒരു അപ്പൂപ്പൻ അവന്റെ ഒരു റോൾ മോഡൽ പോലെയാ. അവനത് അപ്പൂപ്പൻ ചെയ്യണ കാണുമ്പോ അവന്റെ വിചാരം അതെന്തോ ഹീറോ ഇതാന്നാ. അങ്ങനെ അവനത് വലിച്ച് അവൻ അവസാനം അഡിക്ഷൻ ആയിപ്പോയി. അങ്ങനെ കുട്ടിയെ തിരിച്ചു കൊണ്ടുവരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നൗ ഹി ഈസ് സംവാട്ട് ഓക്കെ. ബട്ട് അവനോ അവന്റെ അച്ഛൻ ഇതൊന്നും യൂസ് ചെയ്യാത്ത ആളുമാണ്. അച്ഛനും തമ്മിൽ ഭയങ്കര ഇഷ്യൂസ് ഒക്കെ ഉണ്ടായി. അച്ഛൻ അവനെ ഭയങ്കരമായിട്ട് നീ കഞ്ചാവാണെന്ന് വരെ പറഞ്ഞു. ആ രീതിയിൽ അവനോട് ഷൗട്ട് ചെയ്തു. അങ്ങനെ ഈ കുട്ടിയുടെ അമ്മ വന്ന് കരഞ്ഞുകൊണ്ട് എന്റെ അടുത്ത് പറഞ്ഞു, ഈ കുട്ടിയുടെ അച്ഛനും ഞാനും നമ്മൾ ഇച്ചിരി ക്ലോസാ, ജിഷു ഒന്ന് പറയാമോ, ഞാൻ പറഞ്ഞു മടുത്തു. അങ്ങനെ ഞാൻ ഈ കുട്ടിയുടെ അച്ഛനെ വിളിച്ചിങ്ങനെ സംസാരിക്കുകയാണ്. അപ്പൊ നമ്മളത് ഡിപ്ലോമാറ്റിക് ആയിട്ട് തന്നെ ഡീൽ ചെയ്യണം. കാരണം അവരുടെ ഫാമിലിയിൽ നടന്നൊരു ഇഷ്യൂ ഞാൻ അറിയാണല്ലോ. പക്ഷെ ഞങ്ങൾ തമ്മിലുള്ള അടുപ്പത്തിന്റെ പുറത്ത് പുള്ളിക്കാരൻ അത് ആക്സെപ്റ്റ് ചെയ്തു. പുള്ളിയുടെ ഭാഗത്ത് പുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോക്ക് ചെയ്യില്ല, ഡ്രിങ്ക്സ് യൂസ് ചെയ്യില്ല, അങ്ങനെ ഭയങ്കര ദൈവഭക്തിയുടെ ഇച്ചിരി കൂടുതലുള്ള ആളാ. അപ്പൊ പുള്ളി എന്ന് പറഞ്ഞാൽ പുള്ളിയെ പോലെ മകനാകണം എന്ന് ആഗ്രഹിച്ചൊരു വ്യക്തിയാണ്. പക്ഷെ കുട്ടി ജസ്റ്റ് ഓപ്പോസിറ്റ് ആയി മാറി. പുള്ളിയെ പോലെ അങ്ങനെ ദൈവഭക്തി ഒന്നുമില്ല. പക്ഷെ പുള്ളി രാവിലെ എണീറ്റ് കുളിച്ച് അമ്പലത്തിലൊക്കെ പോവും, എല്ലാ മാസവും ഗുരുവായൂർ പോവും, തിരുപ്പതി പോവും, ശബരിമലയ്ക്കും. അങ്ങനെ മകൻ ഇതിനൊന്നും ഈ വഴിയിലേക്കേ വന്നിട്ടില്ല. അങ്ങനെ കുറച്ച് ഇന്റർവെൻഷൻ നടത്തേണ്ടി വന്നു അവരുടെ കാര്യത്തില്. എന്നാലും അച്ഛനും മകനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അത്ര സ്മൂത്ത് അല്ല. കാരണം അത്രയും മോശമായി പോയായിരുന്നു അവർ തമ്മിലുള്ള ബന്ധം. അവൻ ആ ഒരു സ്മോക്കിങ്ങിൽ നിന്നൊക്കെ അവൻ മാറിയെന്നാണ് തോന്നുന്നത്. പക്ഷെ അപ്പൂപ്പൻ അവിടെ ശ്രദ്ധിക്കണമായിരുന്നു. അപ്പൂപ്പൻ ഇപ്പോഴും സ്മോക്ക് ചെയ്യുന്ന വ്യക്തി തന്നെയാണ്. കൊച്ചുമോൻ ഇങ്ങനെ ആയപ്പം അപ്പൂപ്പന് അത് ഒഴിവാക്കാൻ പറ്റാത്ത രീതിയിൽ ആൾ അഡിക്റ്റഡ് ആണ്. അതുകൊണ്ടാണ് പുള്ളിക്ക് അത് ഒഴിവാക്കാൻ പറ്റുന്നത്. പക്ഷെ എന്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ അത്രയും അഡിക്ഷനിലേക്ക് പോയിട്ടുണ്ടായില്ല. ബട്ട് ആ ഒരു മകളെ ആളുകൾ വഴിയിൽ വെച്ച് കളിയാക്കുന്നുണ്ടല്ലോ എന്നുള്ള ഒരു ഫീല് അത് കൊണ്ടു ശരിക്കും. അതാണ് അച്ഛൻ സ്റ്റോപ്പ് ചെയ്തത്. പിന്നെ അതിനുശേഷം സ്മോക്ക് ചെയ്തിട്ടേ ഇല്ല. അപ്പൊ അങ്ങനെയാണ് നമ്മളുടെ പല എന്താ പറയാ പല കാര്യങ്ങളും ഈ പറയുന്ന പല കാര്യങ്ങളും ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. ഓക്കെ,
നെക്സ്റ്റ് സെക്കൻഡ് പോയിന്റ് പറഞ്ഞു. നെക്സ്റ്റ് തേർഡ് പോയിന്റ്. ഞാൻ പറയാം. To make precautionary and preventive measure. Its aim is to take a good precaution against pollution and spread of disease. So good hygiene arrangements are made. Urinals and toilets are kept clean. Sweeping is done daily and the rooms and the furniture are kept neat and tidy. The edibles in the tuck shop are saved from files. അവിടെ ഒരു കറക്ഷൻ ഉണ്ട്. ലാസ്റ്റ് വേർഡ് എൻഡ് ചെയ്യുന്നത് ഫയൽസ് അല്ല, ഫ്ലൈസ് ആണ്. ഈച്ച എന്നുള്ള മീനിങ് ആണ്. FLIES. ഓക്കെ. ടു മേക്ക് പ്രിക്കോഷണറി ആൻഡ് പ്രിവെന്റീവ് മെഷേഴ്സ്. അതായത് നമ്മൾ പ്രിക്കോഷൻ എടുക്കുകയും വേണം, പ്രിവെന്റീവ് മെഷേഴ്സ് എടുക്കുകയും വേണം. നമ്മൾ അസുഖങ്ങൾ വരാതിരിക്കാനായിട്ട് പ്രിക്കോഷൻ എടുക്കണം, പ്രിവെൻഷൻ വേണമെങ്കിൽ പ്രിവെൻഷൻ എടുക്കണം. പൊല്യൂട്ടഡ് ആവാനുള്ള ചാൻസസ് ഉണ്ട്, ഡിസീസസ് സ്പ്രെഡ് ആകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഗുഡ് ഹൈജീൻ അറേഞ്ച്മെന്റ്സ് നടത്തണം. സ്കൂളുകളുടെ കാര്യം പറയുവാണെങ്കിൽ യൂറിനൽസും ടോയ്ലറ്റ്സും നല്ല ക്ലീൻ ആയിരിക്കണം. കുട്ടികൾ യൂസ് ചെയ്യുന്ന വാഷ്റൂം, ടോയ്ലറ്റ്സ് എല്ലാം നല്ല ക്ലീൻ ആയിരിക്കണം. നിറയെ അവരുടെ ക്ലീനിങ് പർപ്പസിനുള്ള വെള്ളം ധാരാളം ഉണ്ടായിരിക്കണം. പിന്നെ അത് എന്നും വൃത്തിയായി സൂക്ഷിക്കണം. ചില സ്കൂളുകളിൽ കാണാം കുട്ടികൾ കയറി ഇറങ്ങുമ്പോൾ തന്നെ അവർ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക. ദിവസം എന്നുള്ളതല്ല, ദിവസത്തിൽ പലതവണ ക്ലീൻ ചെയ്യാറുണ്ട്. ഡെയിലി ചെയ്യണം. പിന്നെ റൂംസും ഫർണിച്ചറും ഒക്കെ നീറ്റ് ആയിരിക്കണം, ഡസ്റ്റ് ചെയ്യണം, ടൈഡി ആയിരിക്കണം, നല്ല ക്ലീൻ ആയിരിക്കണം. പൊടികളൊക്കെ ഉണ്ടെങ്കിൽ തുടച്ച് വൃത്തിയാക്കണം. അങ്ങനെ ഡസ്റ്റ് അലർജി പലർക്കും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ എഡിബിൾസ് ഇൻ ദ ടക്ക് ഷോപ്പ്. ടക്ക് ഷോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സ്കൂളുകളിൽ ചെറിയ സ്റ്റോർ ഉണ്ടാവും, ക്യാൻഡി സ്റ്റോർ. ഈ സ്വീറ്റ്സ് ഒക്കെ, മിഠായി ഒക്കെ നിറയുള്ളത്, എഡിബിൾസ് കഴിക്കാൻ പറ്റുന്ന സാധനങ്ങൾ അങ്ങനെ ടക്ക് ഷോപ്പിൽ നല്ലപോലെ കവർ ചെയ്ത് അടച്ചു വെക്കുന്ന അങ്ങനെയുള്ള കണ്ടെയ്നറിലോ അല്ലെ അങ്ങനെയുള്ള പാത്രങ്ങളിലൊക്കെ ആയിരിക്കണം. സേവ്ഡ് ഫ്രം ഫ്ലൈസ്. ഈച്ച അല്ലെങ്കിൽ വന്നിരിക്കും. ഈച്ചയിൽ നിന്ന് അതിനെ മാറ്റുന്ന രീതിയിലായിരിക്കണം എഡിബിൾസ്, കഴിക്കാൻ പറ്റുന്ന സാധനങ്ങൾ ഇതുപോലുള്ള ടക്ക് ഷോപ്പ്, അതായത് ക്യാൻഡി സ്റ്റോറിലൊക്കെ വെക്കാൻ. എല്ലാ സ്കൂളുകളിലും ചിലപ്പോൾ ഇതുപോലെ ടക്ക് ഷോപ്പ് അല്ലെങ്കിൽ ക്യാൻഡി സ്റ്റോർ ഉണ്ടാവില്ല, പക്ഷെ ചില സ്കൂളുകളിലുണ്ട്. അപ്പൊ കുട്ടികൾ എന്തായാലും ഡെഫിനറ്റ്ലി സ്വീറ്റ്സ്, മിഠായി അത് ഇതൊക്കെ കഴിക്കാനൊക്കെ ആയിട്ടൊക്കെ ഓടി വരും. അപ്പൊ അത് ഈച്ചയിൽ നിന്നും അവരെ രക്ഷപ്പെടുത്തും എന്നാണ് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് ഫോർത്ത് പോയിന്റ്, ക്യൂറേറ്റീവ് മെഷേഴ്സ്. Okay, please. ആരാ റീഡ് ചെയ്യുക? ഞാൻ വായിക്കാം മാം. മാം ഞാൻ റെഡി. ഓക്കെ. മൃദുല ആൻഡ് ശ്രീലക്ഷ്മി അല്ലേ പറഞ്ഞത്? വി ഹാവ് മോർ പോയിന്റ്സ്, സോ നിങ്ങൾ ഡിസൈഡ് ചെയ്യും. who will read 4 and who അല്ല will മാം, read ഞാൻ 5. ഓൾറെഡി വായിച്ചതാണ്. ഞാൻ ആരും പറയാത്തോണ്ട് മാത്രം അൺമ്യൂട്ട് ചെയ്തതാണ്. അതില വായിച്ചോട്ടെ. ഓക്കെ. മാം ആദ്യം വായിച്ചേനെ. കൊച്ചിന്റെ അധികമായ കടന്നുകൂടൽ കാരണം ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ, അതുകൊണ്ടാണ്. ഓക്കെ. ഓക്കെ. Okay, ma'am. Fourth one, to take curative measures. Corrective action against disease is also taken. A medical checkup is made and deformities, injuries and disease are detected and remedial measures are suggested. A good number of pupils suffers from myopia and eye examination discover the extent of short-sightedness. If glasses are not used in time, myopia will increase rapidly. Some pupils have poor quality teeth. If they suffer from pyorrhea, immediate medical treatment is needed. Thank you. ഓക്കെ. അതായത് ക്യൂറേറ്റീവ് മെഷേഴ്സ്, റെമഡി. എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ അതിനെ ഹീൽ ചെയ്യാനുള്ളത്. ക്യൂറേറ്റീവ് എന്ന് പറഞ്ഞാൽ ഹീലിംഗ് അല്ലെങ്കിൽ റെമഡി. അങ്ങനെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള റെമഡി നമ്മൾ എടുക്കേണ്ടതായിട്ട് വരും. നമ്മൾ അസുഖം വരാതിരിക്കാനായിട്ട് നോക്കും, പക്ഷെ വന്നു കഴിഞ്ഞാൽ അതിനെ ഹീൽ ചെയ്യുന്ന എന്തെങ്കിലും മെത്തേഡും നമ്മൾ കറക്റ്റീവ് മെഷേഴ്സ് എടുക്കണമല്ലോ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ. ഓക്കെ. അങ്ങനെ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അതിന് കറക്റ്റീവ് ആയിട്ടുള്ള ആക്ഷൻസ് എടുക്കണം. സ്കൂളുകളിൽ ചിലപ്പോൾ ക്യാമ്പ്സ്, മെഡിക്കൽ ചെക്കപ്പ് നടത്തും. കൂടുതലും കണ്ണിന്റെ ചെക്കപ്പും അതുപോലെ തന്നെ പല്ലിന്റെ ചെക്കപ്പുമാണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ അങ്ങനെ വരുമ്പോ പിന്നെ ഇഞ്ചുറീസ് അതുപോലെ ഡിസീസ് ഇതെല്ലാം ഡിറ്റക്ട് ചെയ്യാനായിട്ട് മെഡിക്കൽ ചെക്കപ്പിൽ വരും.
പല കുട്ടികൾക്കും മയോപ്പിയ എന്നുള്ളൊരു പ്രോബ്ലം വരും. മയോപ്പിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് സൈറ്റ്, കണ്ണിനുണ്ടാകുന്ന ഷോർട്ട് സൈറ്റ്. ഒരു ഐ എക്സാമിനേഷനിലൂടെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും ഈ ഷോർട്ട് സൈറ്റ്. ഷോർട്ട് സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൂരെയുള്ള ഒബ്ജക്ട്സ് ബ്ലേർഡ് ആയിട്ട് കാണും. അടുത്തുള്ളത് ക്ലിയർ ആയിട്ട് കാണും, പക്ഷെ ദൂരെയുള്ളത് അവർക്ക് ബ്ലേർഡ് ആയിട്ട് കാണും. പലപ്പോഴും ബോർഡിൽ എഴുതുന്നത് ഏറ്റവും ബാക്കിൽ ഇരിക്കുന്ന കുട്ടികൾക്കൊക്കെ ഒട്ടും ക്ലിയർ ആകാതെ വരും. അപ്പൊ ഇങ്ങനെ ഒരു ഐ ചെക്കപ്പ് ഒക്കെ വയ്ക്കുമ്പോൾ ഇങ്ങനെ മയോപ്പിയ, ഷോർട്ട് സൈറ്റിന്റെ പ്രോബ്ലം ഉള്ള കുട്ടികളെയൊക്കെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ചില കുട്ടികൾക്ക് ചില എക്സസൈസിലൂടെ അത് നേരെയാകും, ചില കുട്ടികൾക്ക് ഗ്ലാസ് വെക്കേണ്ടി വരും. അത് ചിലപ്പോൾ കുറച്ച് നാളുകളിൽ ഗ്ലാസ് വെച്ച് എക്സസൈസ് ഒക്കെ ചെയ്ത് കുട്ടികളായതുകൊണ്ട് ചിലപ്പോൾ കറക്റ്റ് ആവും പെട്ടെന്ന് തന്നെ. അപ്പൊ കറക്റ്റ് സമയത്ത് ഗ്ലാസ് യൂസ് ചെയ്തില്ലെങ്കിൽ അതിന്റെ പ്രശ്നം കൂടുതലാകും. ചിലപ്പോൾ അത് ലൈഫ് ലോങ് ഒക്കെ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. ചില കുട്ടികളിൽ പുവർ ക്വാളിറ്റി ടീത്ത് ആയിരിക്കും, പിന്നെ ഡെന്റൽ ഹൈജീൻ വളരെ പുവർ ആയിരിക്കും അല്ലെ. കുട്ടികളിൽ കാണുന്നത് നമ്മൾ പുഴുപ്പല്ലെന്ന് പറയാറുണ്ട്. ചില സമയങ്ങളിൽ പല്ല് കേടാവും പെട്ടെന്ന്. ഒരു സ്വീറ്റ് ഭയങ്കരമായിട്ട് കഴിക്കും, അപ്പൊ നല്ല രീതിയിലൊന്നും വാ കഴുകുകയോ പല്ല് തേക്കുകയോ ഒക്കെ ചെയ്യാതൊക്കെ വരുമ്പോഴാണ് ഈ ഒരു പ്രശ്നം വരുന്നത്. അവർക്ക് ചിലപ്പോൾ പയോറിയ എന്നുള്ളൊരു പ്രോബ്ലം വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. പയോറിയ എന്ന് പറഞ്ഞാൽ നമ്മൾ മോണപഴുപ്പ് എന്ന് പറയാറില്ലേ, ഡിസ്ചാർജ് ഓഫ് പസ്, മോണയിൽ നിന്ന് ഇങ്ങനെ പസ് വരുന്നത്, പിന്നെ ഇടയ്ക്ക് മോണയിൽ നിന്നും ബ്ലീഡിങ് ഗം, അങ്ങനെ കാര്യങ്ങളൊക്കെ വരുന്നത് പുവർ ഓറൽ ഹൈജീൻ കൊണ്ട് സംഭവിക്കുന്ന. ഭക്ഷണം കഴിച്ചിട്ട് നല്ലപോലെ വാ കഴുകാതിരിക്കുക, രാവിലെയും രാത്രിയും പല്ല് തേക്കിടുന്നവരെ അവരോട് പറയുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഡെന്റൽ ഹൈജീൻ കുറേയൊക്കെ മെച്ചപ്പെടുത്താം. ഇതൊക്കെ ഇമ്മീഡിയറ്റ് മെഡിക്കൽ ട്രീറ്റ്മെന്റ് ആവശ്യമുള്ളതാണെങ്കിൽ അപ്പൊ തന്നെ ഡോക്ടർക്ക് റെഫർ ചെയ്ത് ഡോക്ടറെ കാണിക്കേണ്ടതാണ്. നെക്സ്റ്റ് 5th പോയിന്റ്. മിസ് ഞാൻ വായിക്കാം. വേറെ എന്തെങ്കിലും പറഞ്ഞു ആരെങ്കിലും വായിക്കാന്നല്ലാതെ? ഞാൻ പറഞ്ഞിരുന്നു വായിക്കാന്ന്. എത്ര പേരാ? കൃഷ്ണന്റെ ഉണ്ട്, മുഖ്യ പറഞ്ഞോ? ഞാൻ പറഞ്ഞു. ഓക്കെ, വി ഹാവ് എത്ര പോയിന്റ്സ്? 6 പോയിന്റ്സ്. ബാക്കിയുണ്ടല്ലോ. 5ഉം 6ഉം നിങ്ങൾ രണ്ടുപേരും തീരുമാനിക്കും ആരാണ്. റോക്കിയും കൃഷ്ണേന്ദും അത് കഴിഞ്ഞാൽ മുഖ്യവും പറഞ്ഞു ചെയ്യും. മാം 6th പോയിന്റ് ഞാൻ വായിക്കാം. 6th പോയിന്റ് സൗഫിയ വായിക്കാന്നാണോ പറഞ്ഞേ? ഓക്കെ, ദെൻ സൗഫിയ 6th പോയിന്റ് വായിക്കും, കൃഷ്ണേന്ദു 6th വായിക്കും, നിത്യ നെക്സ്റ്റ് ടോപ്പിക്. ഓക്കെ ഓക്കെ മാം. To develop and promote mental and emotional health. Mental and emotional health is also equally necessary in the school health programs. While physical health made a pupil physically fit, mental and emotional health allows him to maintain an even temper and happy disposition. ഓക്കെ, പ്രൊമോട്ട് മെന്റൽ ആൻഡ് ഇമോഷണൽ ഹെൽത്ത്. നമ്മൾ ശരീരത്തിന്റെ കാര്യം കുറേ പറഞ്ഞു, നമുക്കറിയാം. അതിന്റെ ഒപ്പം തന്നെ മനസ്സിന്റെ ആരോഗ്യവും വളരെ ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത്. സ്കൂളുകളിൽ അതിന് വേണ്ടുന്ന ഹെൽത്ത് പ്രോഗ്രാംസ് ഒക്കെ നടത്തണം എന്നാണ് പറയുന്നത്. ഫിസിക്കൽ ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ്, അങ്ങനെ കാര്യങ്ങളെല്ലാം നോക്കുമ്പോൾ മെന്റൽ ആൻഡ് ഇമോഷണൽ ഹെൽത്ത് അങ്ങനെ, അതായത് കുട്ടി ചിലപ്പോൾ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന കുട്ടി ഉണ്ടാവും, എല്ലാം വലിച്ചെറിയുന്ന കുട്ടികളുണ്ടാവും, ഡിസ്റ്റർബിങ് നേച്ചർ, ഡിസ്ട്രോയിങ് നേച്ചർ, മറ്റു കുട്ടികളെ ശല്യം ചെയ്യുന്നത്, ഡിസ്റ്റർബ് ചെയ്യുന്ന കുട്ടികളുണ്ടാവും. അപ്പൊ അവരുടെ ഇമോഷണൽ ഹെൽത്ത് അത് വളരെ പുവർ ആയതുകൊണ്ടാണ് അവരങ്ങനെ റിയാക്ട് ചെയ്യുന്നത്. ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളുണ്ടായിരിക്കും. ഫിസിക്കൽ ഹെൽത്ത് അവരെ ഫിസിക്കലി ഫിറ്റ് ആക്കുന്നു, അതുപോലെ തന്നെ മെന്റൽ ഹെൽത്തും അതുപോലെ തന്നെ ഇമോഷണൽ ഹെൽത്തും അവരുടെ ടെമ്പർ, അവരുടെ ദേഷ്യം, ഹാപ്പി, അതെല്ലാം ബാലൻസ് ചെയ്യാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ ആ രീതിയിൽ അവരെ നമ്മൾ ടേക്ക് കെയർ ചെയ്യേണ്ടതായിട്ട് വരും. അവരുടെ മെന്റൽ ഹെൽത്ത് ഇമോഷണൽ ഹെൽത്തും ബാലൻസ് ചെയ്യുന്ന രീതിയിൽ അത് ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് അവരെ കൊണ്ട് ചെയ്യിക്കുക എന്നുള്ളത്. നെക്സ്റ്റ് 6th പോയിന്റ്. മിസ് വായിക്കട്ടെ. To develop a sense of civic responsibility among pupils. It has become today's necessity to develop a sense of civic responsibility in our students. They generally fall in their duty to help their fellow students in particular and other persons in general. They do not come to the assistance of others in time of need and help their suffering. So one of the objectives of health education is to develop a sense of civic responsibility.
Through health education, pupils are to be made aware of social crimes like spitting anywhere, sneezing, and coughing on the faces of others. മിസ് ചെറിയ ഏതാന്ന് വെച്ചിട്ട് അഞ്ചാമത്തത് വായിക്കാന്ന് പറഞ്ഞതിന് അപ്പോഴത്തേക്ക് അഞ്ചാമത്തത് പോയി വലുത് തന്നെ എനിക്ക് വന്നു. വലുതാണോ? കുറച്ച് ഞാൻ ചെറുത് നോക്കി വെച്ചത് അഞ്ചാമത്തെ, അപ്പൊ വലുത് തന്നെ എനിക്ക് കിട്ടി. അത് ചെറുത് നോക്കി വെച്ചേ, പെട്ടെന്ന് വായിക്കില്ല. വലുതാവുമ്പോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എല്ലാം കുറച്ച് വായിക്കാനില്ലേ, അപ്പൊ ചെറുതാവുമ്പോ പെട്ടെന്ന് വായിച്ചാൻ കഴിയൂല, അതുകൊണ്ട് ചെറുത് നോക്കി വെച്ചു. അപ്പോഴത്തേക്ക് ചെറുത് പോയി. അപ്പൊ ഇനി തുടങ്ങി കൃഷ്ണേന്ദുവിനെ വലിയ പാരഗ്രാഫ് വായിക്കും. കുറെ വായിക്കുമ്പോഴല്ലേ നമ്മളുടെ ലാംഗ്വേജ് കറക്റ്റ് ആവും, നമ്മുടെ പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആവും. തെറ്റിപ്പോകുന്ന പേടിയുള്ളതുകൊണ്ടാ ഞാൻ പിന്നെ വലുത് വായിക്കാൻ. റിപ്പീറ്റ് ചെയ്തല്ലേ നമ്മളുടെ മിസ്റ്റേക്ക് കറക്റ്റ് ആവുന്നത്. ഓക്കെ, പല പ്രാവശ്യം കുട്ടികൾ പല കാര്യങ്ങളും റിപ്പീറ്റ് ചെയ്ത് കഴിയുമ്പോഴല്ലേ അവർ കറക്റ്റ് ആയിട്ട് ചെയ്തു തുടങ്ങുന്നത്. റിപ്പിറ്റേഷൻ അതാണ് മോണ്ടിസോറി മെത്തേഡിലെ ഒരു ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് റിപ്പിറ്റേഷൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് ടൈം കുട്ടി ചെയ്യുമ്പോൾ ശരിയാവില്ല, വീണ്ടും ചെയ്യും. നമ്മൾ കണ്ടിട്ടില്ലേ, കുഞ്ഞുങ്ങൾ നടക്കാൻ തുടങ്ങുമ്പോൾ അവർ വീഴും, അവരവിടെ നിന്ന് എണീറ്റ് വീണ്ടും നടക്കാൻ തുടങ്ങും, വീണ്ടും 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 നടക്കും. അങ്ങനെ അവരുടെ ബോഡി ബാലൻസ് ആവും. ഓക്കെ, നെക്സ്റ്റ് ടു ഡെവലപ്പ് എ സെൻസ് ഓഫ് സിവിക് റെസ്പോൺസിബിലിറ്റി എമംഗ് പീപ്പിൾസ്. അതായത് ഇവരെല്ലാരും ഈ സൊസൈറ്റിയിലെ മെമ്പർ ആണ് അല്ലെ. അപ്പൊ സൊസൈറ്റി ആയിട്ട് മദർ നേച്ചറിനോട് ഒരു റെസ്പോൺസിബിലിറ്റി അവർക്കുണ്ട്, അത് ഡെവലപ്പ് ചെയ്യണം. ചുറ്റും കാണുന്ന റിസോഴ്സസ് അത് ഞാൻ വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ടതാണ്, അതൊന്നും നാശാക്കി കളയാനുള്ളതല്ല. ആ ഒരു രീതിയിൽ അവർക്കൊരു സെൻസ് ഓഫ് സിവിക് റെസ്പോൺസിബിലിറ്റി വരുവാണ്. കുട്ടികളുടെ ഇടയിൽ ഇത് വരണം. കാരണം ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ അത് കുറെ അത്ര ശരിയായ രീതിയിലൊന്നും വരുന്നൊന്നുമില്ല. പക്ഷെ അവർക്ക് എന്താണ് ഡ്യൂട്ടി, മറ്റുള്ള കുട്ടികളോടും അവരുടെ ചുറ്റുമുള്ള ബാക്കിയുള്ളവരോടും എല്ലാം ചെയ്യേണ്ടതായിട്ട്, അല്ലെങ്കിൽ ആ സെൽഫിഷ് മെന്റാലിറ്റി വരും. മറ്റേത് എല്ലാവരോടും ഒരു സപ്പോർട്ട് ചെയ്യാനും അങ്ങനെയുള്ള മൈൻഡ് അവർക്കായിരിക്കും. നീഡി ആരാണ്, ഹെൽപ്പ് വേണ്ടവരാരാണ്, ആരൊക്കെയാണ് സഫർ ചെയ്യുന്നത്, ഇതൊക്കെ മനസ്സിലാക്കാനായിട്ട് അവർക്ക് കഴിയണം. ഹെൽത്ത് എഡ്യൂക്കേഷന്റെ ഒരു ഒബ്ജക്റ്റീവ് കൂടിയാണ് ഈ സെൻസ് ഓഫ് സിവിക് റെസ്പോൺസിബിലിറ്റി. സൊസൈറ്റിയുമായിട്ട് ഞങ്ങൾക്ക് കമ്മിറ്റ്മെന്റ് ഉണ്ട്, ഞങ്ങൾക്ക് സർട്ടൻ ഡ്യൂട്ടീസ് ഉണ്ട് എന്നുള്ളത് കുട്ടിയെ മനസ്സിലാക്കിക്കുക. അതിന് വേണ്ടിയിട്ടാണ് പലപ്പോഴും ഒക്ടോബർ 2 അങ്ങനെയുള്ള ദിവസങ്ങളിൽ സേവന ദിനം, സേവന വാരം അങ്ങനെയൊക്കെ പറഞ്ഞ NSS ക്യാമ്പ്, NSSലൊക്കെ അങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ സ്കൂളുകളിലൊക്കെ ഉണ്ടല്ലോ. NSS, സ്കൗട്ട്, ഗൈഡ്, ഇതെല്ലാം കുട്ടികളിൽ ഇതുപോലെ സിവിക് റെസ്പോൺസിബിലിറ്റി അവരുടെ ഡെവലപ്പ് ചെയ്യും. ഹെൽത്ത് എഡ്യൂക്കേഷൻ അവർക്ക് സോഷ്യൽ ക്രൈംസ് അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി ഒരു അവയർനെസ് കൊടുക്കുന്നു. അതുപോലെ തന്നെ അവിടെ ഇവിടെ തുറസായ സ്ഥലങ്ങളിൽ തുപ്പുക, സ്നീസിങ്, കഫിങ്, മറ്റുള്ളവരുടെ മുഖത്തേക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ തുമ്മുക, ചുമയ്ക്കുക, മറച്ചു പിടിക്കാതെ അങ്ങനെ ചെയ്യുക, അതൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് വരും. അവരുടെ ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് എന്താ, ചുറ്റും കാണുന്ന ആളുകളെ, സറൗണ്ടിങ്സിനെ ഉപദ്രവിക്കരുത്, അവർക്ക് ഡിസ്റ്റർബ് ഉണ്ടാകുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യരുത് എന്നുള്ള ഒരു അവയർനെസ് കുഞ്ഞുങ്ങൾക്ക് കിട്ടണം. ഓക്കെ, നെക്സ്റ്റ് നിത്യ, ഇൻസൈഡ് ദ സ്കൂൾ, സ്കൂളിനകത്ത്. മാം, ഈ ഫെലോ സ്റ്റുഡന്റിന്റെ മീനിങ് മാം, എക്സ്ക്യൂസ്, ഫെലോ സ്റ്റുഡന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് മാം? കൂടെ പഠിക്കുന്ന മറ്റു കുട്ടികൾ. ഓ, ഫെലോ, ഓക്കെ. പീർ ഗ്രൂപ്പ് ഉണ്ടല്ലോ, അവരുടെ സഹപാഠികൾ. ഓക്കെ. Inside the school. A school has to arrange activities in following areas and in manners given below. The school should be given situated in a place with a healthy atmosphere. Regular health inspections and maintenance of health records of students. The help of local authorities may also be utilized to form health programs in school. Provide first aid for the essential. It should be taken care of that students are getting clean and healthy food and drinks which are more natural. ഓക്കെ, സ്കൂളിനകത്ത് സ്കൂള് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ടല്ലേ. സ്കൂൾ ഒരു ഹെൽത്തി ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിലായിരിക്കണം. സ്കൂള് സിറ്റുവേഷൻ, ഒരു സ്കൂളിന്റെ അഫിലിയേഷൻ കിട്ടാൻ, ആ ലൈസൻസ് കിട്ടാനൊക്കെ കുറെ കണ്ടീഷൻസ് ഒക്കെ അവർ പാലിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ റെഗുലർ ആയിട്ടുള്ള ഹെൽത്ത് ഇൻസ്പെക്ഷൻ, ചെക്കപ്പ്. ചില സ്കൂളുകളിൽ ഡോക്ടേഴ്സ് വരെയുണ്ട്, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു നേഴ്സ്, ആ ഒരു രീതിയിൽ ആരെങ്കിലും ഉണ്ടാകും. മെയിൻ്റെനൻസ് ഓഫ് ഹെൽത്ത്, അവരുടെ ഹെൽത്ത് റെക്കോർഡ്സ്.
മോന്റെ സ്കൂളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കാദമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു ഫോം ഫില്ല് ചെയ്ത് നമ്മൾ കൊടുക്കണം. അങ്ങനെ ഡയറിയുടെ കൂടെ തന്നെയുള്ള ഫോം ആയിരിക്കും. ഹൈറ്റ്, വെയിറ്റ്, ബ്ലഡ് ഗ്രൂപ്പ്, പിന്നെ ഏതെങ്കിലും മരുന്ന് കഴിക്കുന്നുണ്ടോ, ഏതെങ്കിലും ഫുഡിനോട് അലർജി ഉണ്ടോ, അല്ലാതെ വേറെ എന്തെങ്കിലും അലർജി ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് കുറേ ഡേറ്റാസ് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും ലോക്കൽ അതോറിറ്റി, ഇപ്പൊ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ്, നമ്മുടെ ലോക്കൽ അതോറിറ്റി, പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയോ അങ്ങനെ എന്താ കോർപ്പറേഷൻ എന്താണോ അവരുമായിട്ട് കണക്ട് ചെയ്ത് ഏതെങ്കിലും രീതിയിലുള്ള ഹെൽത്ത് പ്രോഗ്രാംസ് ഒക്കെ കണ്ടക്ട് ചെയ്യണമെങ്കിൽ അതൊക്കെ സ്കൂളുകളിൽ കണ്ടക്ട് ചെയ്യും. പിന്നെ ഫസ്റ്റ് എയ്ഡ്, ആവശ്യത്തിന് ഫസ്റ്റ് എയ്ഡ് പ്രൊവൈഡ് ചെയ്യാം. പിന്നെ സ്റ്റുഡൻസ് ക്ലീൻ ആൻഡ് ഹെൽത്തി ഫുഡ്, അതുപോലെ തന്നെ ഡ്രിങ്ക്സ്, നാച്ചുറൽ ആയിട്ടുള്ള ഡ്രിങ്ക്സ് ഒക്കെ തന്നെയാണ്. കാർബണേറ്റഡ് ഡ്രിങ്ക്സോ അങ്ങനെ കളർ കലക്കിയ ഡ്രിങ്ക്സോ അങ്ങനെയുള്ളതൊന്നും അല്ല കുടിക്കുന്നതെന്നുള്ളത് ഉറപ്പുവരുത്തണം. കുട്ടികൾക്ക് നല്ല അവിടെ ഇപ്പൊ ക്യാൻറ്റീൻ ആണ് ഉള്ളതെങ്കിൽ ക്യാൻറ്റീനിൽ അതുപോലുള്ള ഫുഡാണ് കൊണ്ടുവരുന്നത്. പിന്നെ ചെറിയ ക്ലാസ്സിലെ കുട്ടികളൊക്കെ ഭക്ഷണം കൊണ്ടുവരുമ്പോൾ അവിടെ ടീച്ചേഴ്സും അതുപോലെ തന്നെ ആയമാരൊക്കെ ശ്രദ്ധിക്കും. അവര് നല്ല ഫുഡാണോ, ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡാണോ, അതല്ല ജങ്ക് പോലെയൊക്കെയാണോ എന്നൊക്കെ, അങ്ങനെ വറുത്തതും പൊരിച്ചതൊക്കെ കൂടുതലായിട്ട് കൊണ്ടുവരും. ചില കുട്ടികളെ പപ്പടം ഭയങ്കരമായിട്ട് ഉണ്ടെങ്കിലാണ് അവർ ഭക്ഷണം കഴിക്കുള്ളൂ എന്നുകൊണ്ട് പപ്പടം നിറയെ കൊടുത്തു വിടുന്ന പാരന്റ്സ് ഒക്കെ ഉണ്ടാവും. ഇതൊക്കെ പാരന്റ്സിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്യും. പ്രത്യേകിച്ചും ചെറിയ അവർ കഴിക്കുന്നുണ്ടോ, ഭക്ഷണം മുഴുവനായിട്ട് കഴിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കാണാം സ്കൂളുകളിൽ. സ്കൂളുകളിൽ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. സ്കൂള് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന അറ്റ്മോസ്ഫിയർ തുടങ്ങി കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന വെള്ളം, ഭക്ഷണം പ്രൊവൈഡ് ചെയ്യുന്ന സ്കൂളാണെങ്കിൽ അത് എല്ലാം ഹെൽത്തി, ക്ലീൻ ആണോ എന്നുള്ളത് ശ്രദ്ധിക്കണം. നെക്സ്റ്റ് ഔട്ട്സൈഡ് സ്കൂൾ ആണ്. ഔട്ട്സൈഡ് സ്കൂൾ വി ഹാവ് 5 points. അത് ഫസ്റ്റ് 2 points ആരെങ്കിലും വായിക്കാമോ? ഞാൻ വായിക്കാം മാം. ഓക്കെ, പ്ലീസ്. Outside the school, standard of living. If the standard of living of the society is high, the health and hygiene of the people can be untouched. It should be the corporation of the society and the government to raise the standard of living of the people. Sanitation and hygiene. Sanitation and hygiene of the city or village is very important. If the city is dirty and the premise of the school is not cleaned, children cannot escape falling prey to disease. പ്രേ എന്ന് പറഞ്ഞാൽ ഇര നമ്മൾ പറയില്ലേ, ആണ്. അതായത് രോഗത്തിന് ഇരയാകുന്നു എന്നുള്ള മീനിങ് ആണ് പ്രേ. ഓക്കെ, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. നമുക്കറിയാം ഒരു സൊസൈറ്റിയിലെ ആളുകളുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, അവിടെ നല്ല പോലെ ക്ലീനിങ് പർപ്പസും വേസ്റ്റ് ഒക്കെ നല്ല രീതിയിൽ തന്നെ മാനേജ് ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാ രീതിയിലും ആ അറ്റ്മോസ്ഫിയർ, ഇപ്പൊ ഒരു ഫ്ലാറ്റ് അല്ലെങ്കിൽ ഒരു റെസിഡൻഷ്യൽ ഏരിയ, അവിടെയൊക്കെ നല്ല സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഹൈ ആണെങ്കിൽ അവിടെ ആളുകൾ നല്ല ഹെൽത്ത് ആൻഡ് ഹൈജീൻ ആയിട്ടായിരിക്കും ജീവിക്കുന്നത്. അവരെ അസുഖങ്ങളൊന്നും തൊട്ട് നോക്കുക പോലുമില്ല. നോട്ട് അഫക്റ്റഡ്, അൺടച്ച്ഡ് എന്ന് പറയുന്നത് നോട്ട് അഫക്റ്റഡ്. അങ്ങനെയുള്ള അസുഖങ്ങളൊന്നും അവരെ അഫക്റ്റ് ചെയ്യില്ല. അപ്പൊ അത് സൊസൈറ്റിയുടെ ആ ഒരു സൊസൈറ്റി, ആ ജീവിക്കുന്ന ആളുകളുടെ ആ ഗ്രൂപ്പിന്റെ ഒരു കോപ്പറേഷൻ, അവരുടെ സഹകരണം കൊണ്ടാണ് അത് സംഭവിക്കുന്നത്. അപ്പൊ ഗവൺമെന്റിന് അങ്ങനെ ഓരോരോ സൊസൈറ്റി ഇങ്ങനെ നല്ല രീതിയിൽ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിനായി വരുവാണെങ്കിൽ നമ്മളുടെ കുറെ ഏരിയകളിൽ ആ ഒരു സ്ഥലങ്ങൾ മുഴുവനും ഇതുപോലെ അസുഖങ്ങൾ വന്ന് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത് കുറയും. അപ്പൊ ഗവൺമെന്റ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പ്രൊമോട്ട് ചെയ്യുവാണെങ്കിൽ നമ്മളുടെ നാട്ടിൽ തന്നെ നല്ല രീതിയിൽ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കും. പിന്നെ സാനിറ്റേഷൻ ആൻഡ് ഹൈജീൻ. നമുക്കറിയാം കോവിഡ് സമയത്ത് കോവിഡ് പേഷ്യന്റ് കടന്നുപോയ സ്ഥലം, അങ്ങനെയുള്ള ഭാഗങ്ങളെല്ലാം സാനിറ്റൈസ് ചെയ്യുന്നുണ്ട് അല്ലെ. പിന്നെ ആംബുലൻസിൽ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അതിന്റെ ആളെ അവിടെ നിന്ന് മാറ്റിയതിനു ശേഷം ആ ആംബുലൻസ് സാനിറ്റൈസ് ചെയ്യുന്നതാണ്. ഒരു സൂപ്പർ മാർക്കറ്റുകൾ അങ്ങനെയൊക്കെ. പിന്നെ സാനിറ്റൈസർ ആളുകൾ പേഴ്സണലി യൂസ് ചെയ്തു തുടങ്ങി. അതൊരു ഹൈജീന്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ്. സാനിറ്റേഷൻ ആൻഡ് ഹൈജീൻ അത് ഒരു സിറ്റി ആണെങ്കിലും വില്ലേജ് ആണെങ്കിലും വളരെ ഇമ്പോർട്ടന്റ് തന്നെയാണ്. സിറ്റി ഡേർട്ടി ആണെങ്കിൽ, അതുപോലെ തന്നെ സ്കൂളിന്റെ പ്രിമൈസസ് ഒന്നും ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ കുട്ടികൾ പെട്ടെന്ന് തന്നെ രോഗബാധിതരായി മാറും. ഓക്കെ, അപ്പൊ സാനിറ്റേഷനും ഹൈജീനും വളരെ ഇമ്പോർട്ടന്റ് ആയി. ഇപ്പൊ സ്കൂളുകളെല്ലാം ക്ലോസ് ചെയ്യുന്ന സമയമാണ്. ഈ ക്ലോസ് ചെയ്ത് ആ ഒരു വെക്കേഷൻ സമയത്ത് സ്കൂളുകളെല്ലാം ക്ലീൻ ചെയ്ത്
ക്ലീനിങ് ഒക്കെ നടക്കുന്ന കാണാം. അതുപോലെ പെയിന്റ് ചെയ്ത് വൃത്തികേടായ ഭാഗങ്ങൾ പെയിന്റ് ചെയ്ത് എല്ലാം നീറ്റാക്കി, പുല്ലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പറിച്ച് വൃത്തിയാക്കി അങ്ങനെ കൂടുതൽ മോഡിഫൈ ചെയ്യും, കൂടുതൽ ബ്യൂട്ടിഫൈ ചെയ്യും. അതുപോലെ ക്ലീൻ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ വീക്കെൻഡ്സിലും പൊതുവെ സ്കൂളുള്ള സമയത്ത് വീക്കെൻഡ്സിൽ ഒരു ഡീപ്പ് ക്ലീനിങ് ഒക്കെ സ്കൂളിൽ നടക്കും. എല്ലാ ദിവസവും ക്ലീൻ ചെയ്തിട്ടുണ്ടാവും, പക്ഷെ ഒരു ഡീപ്പ് ക്ലീനിങ് ആ ഒരു വീക്കെൻഡ്സിൽ നടക്കുന്ന കാണാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് 3 പോയിന്റ്സ് ആരെങ്കിലും വായിച്ചു? ഞാൻ വായിക്കാം മിസ്. വായിക്കട്ടെ. Food and cloth. Food provided to children should be healthy and clothes they put on should be neat and clean. Such children remain healthy at school. Clothes should be neither too tight or too loose. House. To location and plan of the house have a good rule in keeping the health of the people in the good ventilation and sunlight is necessary. Atmosphere should be neat and free from unhealthy conditions. Interior. The interior should be kept neat and clean for the children to be free from unhealthy situations. ഓക്കെ, ഫുഡ് ആൻഡ് ക്ലോത്ത് നമ്മൾ ചെറുപ്പത്തിലേ ശീലിക്കുന്ന ഒരു കാര്യമാണ് അല്ലെ. ഇപ്പൊ കുട്ടികൾക്ക് കൊടുക്കുന്ന ഭക്ഷണം നല്ല ഹെൽത്തി ആയിരിക്കണം, അതുപോലെ തന്നെ അവർ യൂസ് ചെയ്യുന്ന ക്ലോത്ത് നല്ല നീറ്റ് ക്ലീനും ആയിരിക്കണം. നമ്മുടെ ക്ലൈമറ്റിനെ യോജിക്കുന്നതും കൂടി ആയാൽ നന്നായിരിക്കും അല്ലെ. ഇപ്പൊ പൊതുവെ നല്ല ചൂടാണ്, ഈവൻ കോട്ടൺ ഇട്ടിട്ട് തന്നെ നമുക്ക് വിഷമമുണ്ട്. നല്ല കോട്ടൺ, സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ഒക്കെ ആണെങ്കിലാണ് ബ്രീത്തബിളും ആയിരിക്കണം ക്ലോത്ത്സ് അല്ലെ, കാറ്റ് കയറി ഇറങ്ങിപ്പോണം. അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾ നല്ല ഹെൽത്തി ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. ഈ യൂസ് ചെയ്യുന്ന ക്ലോത്ത്സ് ഭയങ്കര വില കൂടിയ ക്ലോത്തൊക്കെ ആവണമെന്നൊന്നുമില്ല, ബട്ട് അത് നല്ല ടൈപ്പും ആകരുത്, ഭയങ്കര ലൂസും ആകരുത്. ആ ഒരു രീതിയിൽ ക്ലോത്ത്സ് നന്നായിട്ട് തന്നെ ഇരിക്കണം കുട്ടികൾക്ക്. ഞാൻ നിങ്ങളോട് പറഞ്ഞോന്നറിയില്ല, നമ്മുടെ ഒരു ബാച്ചില് ഒരു കുട്ടി ടീച്ചിങ് പ്രാക്ടീസിന് ഒരു സ്കൂളിൽ പോയപ്പം അവിടെ ഒരു ബോയ്, ആ മോൻ ചെറിയ ക്ലാസ്സിലാണ്, LKG അവന്റെ ചേട്ടൻ 1ാം ക്ലാസ്സിൽ എന്തോണ്ട്. ഈ ചേട്ടന്റെ ട്രൗസറാണ് ഇവനെ ഇടിപ്പിച്ചു കൊടുത്തത്. ഇവന് ഒരു കുഞ്ഞു കുട്ടിയല്ലേ, അവന് ഓടുമ്പോ അവന് പാകമല്ല ട്രൗസർ ശരിക്കും, അവൻ ഓടുമ്പോ ഈ ട്രൗസർ ഊരി അങ്ങ് പോകും. അപ്പൊ ഒരു എംബാരസിങ് സിറ്റുവേഷൻ അല്ലേ, ബാക്കിയുള്ള കുട്ടികൾ ചിരിക്കും. അങ്ങനെ പല പ്രാവശ്യം ടീച്ചർ അത് ഇടിച്ചു കൊടുക്കുന്നാലും ഇങ്ങനെ ലൂസായിട്ട് തന്നെ പോകും. പിന്നെ കുട്ടീനെയൊക്കെ വാട്ടർ ബോട്ടിൽ വെള്ളം കൊടുത്തു വിടില്ല പാരന്റ്സ്. കുട്ടികൾക്ക് പ്രത്യേകിച്ച് നമ്മൾ കൊടുത്തു വിടും അല്ലെ, കാരണം വെച്ചാൽ അവര് വെള്ളം കുടിക്കണം, എല്ലാരും കുടിക്കണം. വലിയ കുട്ടികളാകുമ്പോൾ കൂളറിലൊക്കെ പോയി കുടിക്കാന്ന് വിചാരിക്കാം. ഇത് വാട്ടർ ബോട്ടിൽ അവർക്ക് സ്വന്തമായിട്ട് തന്നെ അവരുടെ ബോട്ടിൽ ഉണ്ടായിരിക്കും, വെള്ളം കൊടുത്തു വിടില്ല. അങ്ങനെ അത്ര ബുദ്ധിമുട്ടുള്ള ഫാമിലി ഒന്നുമല്ല. ഹസ്ബൻഡ് ആൻഡ് വൈഫ്, അച്ഛനും അമ്മയും കുട്ടിയുടെ ജോലിക്ക് പോകുന്നവരാണെന്ന്. അപ്പൊ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും അവർ ഈ വെള്ളം കൊടുത്തു വിടുന്നില്ല. പിന്നെ ഭക്ഷണവും അത്ര നല്ലതായിട്ടൊന്നും അല്ല കൊടുത്തു വിടുന്നു. അങ്ങനെയായി ഇങ്ങനെയായപ്പോഴേക്ക് ആ ഒരു ട്രെയിനി എന്നോട് പറയുമായിരുന്നു ക്ലാസ്സിലേക്ക് കാര്യം. അപ്പൊ ഞാൻ പറഞ്ഞു പാരന്റ്സിനെ വിളിച്ചിട്ട് ചൈൽഡ് ലൈൻ പ്രവർത്തകരെ അറിയിക്കുന്നു എന്ന് പറയാൻ പറഞ്ഞു. അങ്ങനെ പാരന്റ്സിനെ വിളിച്ചിട്ട് ഇവര് ചൈൽഡ് ലൈൻ പ്രവർത്തകരെ നിങ്ങൾ ഇൻഫോം ചെയ്യും, കുട്ടിയെ നിങ്ങൾ ഇങ്ങനെയാണ് സ്കൂളിൽ വിടുന്നത്, കുട്ടിയെ ശരി പ്രോപ്പറായിട്ട് ഡ്രസ്സ് ചെയ്യിക്കുന്നില്ല, പ്രോപ്പറായിട്ട് ഫുഡും വെള്ളവും കൊടുത്തു വിടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പിറ്റേ ദിവസം തുടങ്ങി അവർ നല്ല രീതിയിൽ കൊച്ചിന് അവന് ഭാഗമുള്ള ഡ്രസ്സും അവന് വേണ്ടുന്ന വെള്ളവും ഭക്ഷണവും എല്ലാം നല്ല രീതിയിൽ നീറ്റായിട്ട് കൊടുത്തു തുടങ്ങിയെന്ന് പറയാം. അപ്പൊ അതാണ് നമ്മളൊക്കെ ഇപ്പൊ ഇടപെടാൻ പറ്റുന്ന കാര്യങ്ങൾ കുറേ ഉണ്ട്. അതുപോലെ കുഞ്ഞുങ്ങളുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ച് നമ്മൾ വേണ്ട രീതിയിൽ നല്ല രീതിയിൽ ഇടപെടുവാണെങ്കിൽ അത് ശരിക്കും അത് കുഞ്ഞുങ്ങളോട് ചെയ്യേണ്ട നല്ല കാര്യമല്ലേ. അവർക്ക് കിട്ടേണ്ട അവരുടെ റൈറ്റ്സ് ആണ് പലയിടത്തും തടസ്സപ്പെടുന്നത്. നല്ല ഭക്ഷണം, നല്ല ക്ലീൻ വാട്ടർ, നല്ല വസ്ത്രം, ഇതെല്ലാം കുട്ടികളുടെ റൈറ്റ്സാ. അതൊക്കെ നിഷേധിക്കപ്പെടുന്നിടത്ത് നമുക്ക് ഇടപെടുക തന്നെ ചെയ്യാം. ഇന്റീരിയർ, സ്കൂളിനകത്ത് നിറയെ ഫർണിച്ചർ ഉണ്ടാവും, കൊച്ചുകുട്ടികൾക്കാവുമ്പോൾ ചെറിയ ചെയർ, ഡെസ്ക്, അങ്ങനെ പല കാര്യങ്ങളുണ്ടാവും. പിന്നെ അവർക്ക് ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള മെറ്റീരിയൽസ് എല്ലാം ഉണ്ട്. ഇതെല്ലാം നല്ല നീറ്റായിട്ട് ക്ലീൻ ആയിട്ട് വയ്ക്കണം, അല്ലെങ്കിൽ അതുമൂലം തന്നെ കുട്ടികൾക്ക് പല അസുഖങ്ങൾ വരാം. ഓക്കെ, ഇത്രയും മാഡം ഇങ്ങനൊരു അനുഭവം. ഞാൻ 4ാം ക്ലാസ്സിന്റെ ട്രെയിനി ആയിട്ട് പോകുന്ന സമയത്ത് ആ ക്ലാസ്സിലൊരു കൊച്ചു, അതിന്റെ മേത്തൊക്കെ ഇങ്ങനെ സോറിയാസിന്റെ വരണ്ട ചർമ്മമാണ്, ഇങ്ങനെ തൊലി ഇങ്ങനെ അടർന്ന് കാറ്റുകാലത്ത് ചിലരിൽ കാണാറുണ്ട്. പക്ഷെ ഇത് ഭയങ്കര ഹെവി ആയിട്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ കുട്ടി അന്വേഷിച്ച് ഇങ്ങനെ വന്നപ്പോൾ അവിടെ ഒരു ടീച്ചർ പറഞ്ഞു, ഈ കുട്ടി LKG മുതൽ എന്നും കരയും, കുട്ടി ഇങ്ങനെ കരയും, ഉച്ചക്കത്തെ ഫുഡ് കഴിഞ്ഞാൽ കുട്ടി കരയില്ല.
അപ്പോൾ ആദ്യമൊക്കെ ടീച്ചർ വിചാരിച്ചിരുന്നത് ഇത് സ്കൂളിൽ വരുന്നതിൻ്റെ കരച്ചിലും കാര്യങ്ങളാണെന്ന്. 1 കഴിഞ്ഞ് അല്ല LKG കഴിഞ്ഞ് UKG 1 കഴിഞ്ഞ് 2 എത്തുമ്പോഴാണ് ഈ കുട്ടി ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചാൽ കരയില്ല എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാവുന്നത്. അപ്പോൾ എന്താണെന്ന് അന്വേഷിച്ച് കുട്ടിയോട് ഇങ്ങനെ എന്താന്ന് കഴിച്ച് അങ്ങനെയുള്ള ടീച്ചർമാരുടെ അന്വേഷണത്തിൽ കുട്ടിക്ക് രാവിലെ ഒന്നും കൊടുക്കില്ല ഈ സ്ത്രീ. ഹസ്ബൻഡ് പുറത്താണ്. ഈ 2 ആളുകളെയും നമ്മൾ ഡെയിലി നമ്മൾ പോകുമ്പോഴൊക്കെ അവരെ വീടും കാര്യങ്ങളൊക്കെ കണ്ടിരുന്നതാണ്. അപ്പോൾ ഒന്നും കൊടുക്കില്ല, ഫുഡൊന്നും കൊടുക്കില്ല. കൊച്ചിനെ മൂത്ത കൊച്ചാണ് കേട്ടോ. അതിനിങ്ങനെ പറഞ്ഞയക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇവരൊരു ബ്രാഹ്മിൺസ് ഫാമിലി കൂടിയാണ്. പക്ഷെ രാവിലെ ഇവര് ഒരു ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ചെയ്യാത്തതാണ്. ഈ കൊച്ച് ചെറുപ്പത്തിൽ കരഞ്ഞിരുന്നത് വിശന്നിട്ടാണെന്ന് മനസ്സിലായി. അങ്ങനെ ഇതിൻ്റെ പാരൻസിനെ വിളിച്ച് കുറേ സംസാരിക്കും കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷേ അവർക്കത് ക്യാച്ച് ചെയ്യാനുള്ള ഒരു പവർ ഉണ്ടായോ ഇല്ലയെന്നറിയില്ല. പക്ഷേ ഈ കുട്ടി പോഷകാഹാരങ്ങൾ കിട്ടാതെ ഏറ്റവും വലിയ സിവിയർ ആയിട്ടുള്ള ഒരു ഈ കേസിലേക്ക് പോയി. ഇപ്പൊ തൊലിയൊക്കെ ശരീരത്തിൽ നിന്ന് അടർന്ന് ഏറ്റവും ഡീപ്പായ കുട്ടിയുടെ ജീവൻ പോകുന്ന ഒരവസ്ഥയിലാണ്. ഇപ്പോൾ അതിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി സഹായമൊക്കെ തേടി തുടങ്ങി. കാരണം നമുക്ക് ആ കുട്ടിയെ കണ്ട നല്ലൊരു മോനാണ്, പക്ഷെ നമ്മുടെ ഉള്ളിലുള്ള തൊലികൾ വരെ പുറത്തേക്ക് അടരുന്ന ഏറ്റവും വലിയ സോറിയാസിന്റെ ഒരു സ്റ്റേജിലേക്ക് ആ കുട്ടി പോയി. ചെറുപ്പത്തിൽ നമ്മൾ കുറേ പ്രോട്ടീൻസും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടത് കിട്ടാത്ത കാരണമാണ്. ആ കുട്ടി ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കരയില്ല. വിശപ്പിന്റെ കരച്ചിലായിരുന്നു എന്നുള്ളത് ടീച്ചേഴ്സിന് മനസ്സിലാക്കാൻ LKG UKG കഴിഞ്ഞില്ല. 4ലേക്ക് ഞാൻ കാണുന്ന സമയത്ത് തന്നെ നല്ലൊരു ഇതായിരുന്നു. ഇപ്പോഴത്തെ ആ സിറ്റുവേഷൻ ആ കുട്ടീനെ അന്ന് കാണുമ്പോൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ കുട്ടിയുടെ എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും മുഖത്തേക്ക് നോക്കാൻ പറ്റാത്തൊരു വല്ലാത്തൊരു അവസ്ഥയിൽ കൂടെയാണ് ആ കുട്ടി പോകുന്നത്. മാം മൈക്ക് ഓഫ് ആണ്. അവർക്ക് അത്ര ബുദ്ധിമുട്ടുള്ള ഫാമിലിയാണോ സബീറ? അല്ല, അവരുടെ ഹസ്ബൻഡ് മസ്കറ്റിലായിരുന്നു. ആ സമയത്തൊക്കെ നല്ല ക്യാഷുള്ള ടീമായിരുന്നു. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും ദാരിദ്ര്യത്തിന്റെ ഏറ്റവും വലിയ അവസ്ഥയിലാണ് അവര്. അന്ന് എന്ന് പറഞ്ഞാൽ മസ്കറ്റിലായിരുന്നു അച്ഛൻ വർക്ക് ചെയ്യണത്. നല്ല ക്യാഷൊക്കെ ഉള്ള സമയമാണ്. പക്ഷെ ഈ സ്ത്രീ ഇങ്ങനെ ഇങ്ങനെ വീടുകളിലൊക്കെ നടക്കും. ഒരു ബ്രാഹ്മണ സ്ത്രീയാന്ന് തോന്നില്ല. പക്ഷെ 2 ആൺകുട്ടികളാണ്. ഈ രണ്ടാമത്തെ കുട്ടിക്ക് ഈ വക ഒരു പ്രശ്നങ്ങളും ഇല്ല. ഈ രണ്ടാമത്തെ കുട്ടി എന്ന് പറയുന്നത് ഈ കുട്ടി 4ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞതിന്റെ ശേഷം ഉണ്ടായ കൊച്ചാണ്. അതിന് ഇങ്ങനെ ആളുകളൊക്കെ പറഞ്ഞിട്ടാണോ അതിന് അച്ഛനൊക്കെ നാട്ടിൽ വന്നു പിന്നെ എങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷെ ഈ മൂത്ത കൊച്ചിന് ഇങ്ങനെ ചെറുതായി വന്ന് അത് വലിയൊരു നമുക്ക് താരൻ വന്നിട്ടൊക്കെ സോറിയാസിലേക്ക് എത്തുന്ന അവസ്ഥകളുണ്ടല്ലോ. ചെറിയൊരു താരനായിരിക്കാം, പിന്നെ അത് വലുതായി അത് വലിയൊരു സോറിയാസിന്റെ ഇതിലേക്ക് എത്തും എന്ന് പറയും. പല ജീവിതശൈലിയും അതിങ്ങനെ എത്തിക്കും ഇത്ര. അതേപോലെ പോഷകക്കുറവും സോറിയാസിസിലേക്ക് എത്തിക്കുന്നു. പക്ഷെ ഇത് നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റില്ല. നമ്മുടെ കൈയൊക്കെ കാറ്റുകാലത്ത് ഒന്ന് വരണ്ട് ടാൻ വരുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ തൊലികളൊക്കെ ഇങ്ങനെ പീൽ ചെയ്ത് ഒരു ബ്ലഡ് കളറിലാവുമ്പോൾ ഞാൻ ആ കുട്ടിയെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം അടുത്ത് ഒരു മന്ത് മുന്നേ എൻ്റെ ഫോണിൽ വരികയാണ് ഈ കുട്ടിക്ക് ചികിത്സാ സഹായം വേണമെന്ന് പറഞ്ഞിട്ട്. ഞാൻ തന്നെ ഭയങ്കര ഷോക്കായി പോയി. അങ്ങനെയുള്ള പാരൻസും ഉണ്ട് സമൂഹത്തില്. മേ ബി അവർക്ക് എന്തെങ്കിലും മെന്റൽ ഇൽനെസ് ഉണ്ടാവും ആ ലേഡിക്ക്. ചില കുട്ടികളെ ശ്രദ്ധിക്കാത്ത മറ്റൊരു മെന്റൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവാറുണ്ടല്ലോ. അവർക്കൊരു എന്തോ ഒരു പരിധി കുറവുണ്ട്. പക്ഷെ അവരെന്തായാലും ഫുഡൊക്കെ കഴിക്കുന്നുണ്ടായിരിക്കില്ല. കൊച്ചുങ്ങളുടെ കാര്യങ്ങൾ ഇപ്പൊ 2ാമത്തെ കുട്ടിക്ക് കുഴപ്പമില്ല. എല്ലാവരും പറഞ്ഞിട്ടാ തോന്നുന്നു. 2ാമത്തെ കൊച്ചിന് കുഴപ്പമില്ല. പക്ഷെ ഈ കൊച്ചിന് വേണ്ടിയിട്ട് ഇപ്പൊ സഹായം തേടേണ്ട അവസ്ഥയായ ആളുകളോട്. അന്ന് നല്ല രീതിയിൽ ജീവിച്ചിരുന്ന ആളുകളാണ്. മസ്കറ്റിലൊക്കെ ജോലി നല്ല സാലറി ഉള്ള കൺട്രിയാണല്ലോ. നമ്മൾക്ക് ചുറ്റും നോക്കിയാൽ കാണാലോ ഇതുപോലുള്ള പല അവസ്ഥകൾ അല്ലെ. ചിലർക്ക് ചിലപ്പോ ഇല്ലാത്തതിന്റെ കാണാം. ഇതിപ്പോ അവര് ബുദ്ധിമുട്ടായിരുന്ന സമയം ആയിരുന്നില്ല. അപ്പൊ ഇപ്പോഴാണ് അവർ അവസ്ഥയിലേക്ക് പോയത്. ഓക്കെ ഫൈൻ, നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ചെയ്യാം. ആ ഒരു ഇത് മനസ്സിലെല്ലാരും വിചാരിക്കുക. നമ്മളുടെ മക്കളെ, നമ്മളുടെ ചുറ്റുമുള്ള മക്കളെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇപ്പൊ കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ന്യൂട്രീഷ്യസ് എന്താണ്, ന്യൂട്രീഷ്യസും മാൽ ന്യൂട്രീഷൻ മൂലം ആണ് ഇപ്പൊ ആ കുട്ടിയുടെ അവസ്ഥ അങ്ങനെ ആയത്. ശരിയായ പോഷകങ്ങൾ അതിന് ശരിയായ സമയത്ത് കിട്ടിയില്ല, അതാണ് ഉണ്ടായത്. ഓക്കെ ദെൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എന്തെങ്കിലും ഉണ്ടോ? സൈൻ ഔട്ട് സൈൻ ഔട്ട് ആരെങ്കിലും ഉണ്ടോ? ഞാൻ പറയാം.
മാം ആദ്യം ഞാൻ ആക്ടിവിറ്റി ഒന്ന് കാണിക്കാം കേട്ടോ. ഞാൻ ഒട്ടും ക്രിയേറ്റീവ് അല്ലാത്ത ഒരാളായിരുന്നു. എന്നാലും മാം പറഞ്ഞതനുസരിച്ചിട്ട് ബോട്ടിലെടുത്ത് ഞാൻ ട്രൈ ചെയ്തു. ഇത് എന്താ ചിരട്ട വെച്ചിട്ട് ഉണ്ടാക്കിയതാണ്. ചിരട്ട പൊട്ടിച്ചിട്ട് ഗ്ലാസ് ബോട്ടിലിൽ പെയിന്റ് അടിച്ച് പല ഷേപ്സിലാക്കി അത് ഇതുമ്മ ഫില്ല് ചെയ്തു. പക്ഷെ ശരിക്കും സ്റ്റിക്ക് ആയില്ല. ചിരട്ട ആയതുകൊണ്ട് ചില ഭാഗങ്ങളൊന്നും അത്ര പെർഫെക്ഷൻ വന്നില്ല മാം. എന്നാലും ഒരുവിധം ഞാൻ ചെയ്തു. അത് ഗോൾഡൻ കളർ ചിരട്ടയും അടിച്ചിട്ട് അതിലൊരു മണി പ്ലാന്റും കൂടി സെറ്റ് ചെയ്തപ്പോ അത്യാവശ്യം കാണാൻ ഒരു ലുക്ക് ഒക്കെ ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇതും വൈറ്റ് പെയിന്റ് അടിച്ചിട്ട് മാം പറഞ്ഞ പോലെ ബിന്ദി വെച്ചു. അതിലൊരു ചെറിയ സ്പൈഡർ പ്ലാന്റും വെച്ചു മാം. അങ്ങനെ മാം പറയണ പോലെ എൻഗേജ്ഡ് ആയിട്ടിരിക്കാൻ ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് ഒക്കെ ഇപ്പൊ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ മാം എനിക്ക് അതിനേക്കാളും സന്തോഷം ഒരു കാര്യം, മാം ഹാപ്പിയസ്റ്റ് മൊമെന്റ് എന്നോട് ചോദിച്ചല്ലോ. ഞാൻ അത് നേരിട്ട് കാണിച്ചു തരാം കേട്ടോ. ഞാൻ മനസ്സിൽ കണ്ടത് ഇതായി ഒരു പ്ലേ ബട്ടൺ ആണ്. എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടിയതാണ്. ഒരു 1 lakh അതെ മാം, അതെ. താങ്ക് യു സോ മച്ച്. എനിക്ക് കാണാൻ പറ്റിയത് വളരെ സന്തോഷം. ഐ എം വെരി ഹാപ്പി. ഐ എം യുവർ ഫോളോവർ ഓൾസോ. താങ്ക് യു മാം, താങ്ക് യു. അപ്പൊ എനിക്ക് പറയാനുള്ളത് മാം, ഞാൻ സൈൻ ഔട്ട് ചെയ്യുമ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ PSCക്ക് ട്രൈ ചെയ്ത കാര്യം പറഞ്ഞ എല്ലാവരും ഒരുപാട് ബോറടിപ്പിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ ഒരു 8 വർഷത്തോളം ഞാൻ PSCക്ക് വേണ്ടി കളഞ്ഞ ആളാണ്. എങ്കിലും ഞാൻ പറയണത്, നമ്മൾ ഒരു കാര്യം നമുക്ക് കിട്ടിയില്ലെങ്കിലും വേറെ എന്തെങ്കിലും നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ എന്റെ ഒരു ഇൻട്രസ്റ്റ് വെച്ചിട്ടും അങ്ങനെയൊക്കെ ഒരു കുക്കിംഗ് ചാനൽ തുടങ്ങി. ഇപ്പൊ എന്തായാലും ഒരു 3 lakhന് അടുത്ത് ഫോളോവേഴ്സ് ആയിട്ട് അത് നന്നായിട്ട് പോകുന്നുണ്ട്. നല്ലൊരു സോഴ്സ് ഓഫ് ഇൻകവും എനിക്ക് അതിൽ നിന്ന് കിട്ടുന്നുണ്ട് മാം. അതാണ് ഏറ്റവും ആദ്യം പറയേണ്ടത്. അപ്പോ ഗവൺമെന്റ് ജോലി കിട്ടിയില്ലെങ്കിൽ കൂടി ഹാപ്പി ആയിട്ടിരിക്കാൻ എനിക്ക് ഏറ്റവും എന്നെ സഹായിക്കുന്നത് ഇപ്പൊ ഈ ഒരു ചാനലാണ്. എല്ലാവരുടെ അടുത്തും സൈൻ ഔട്ട് ചെയ്യുമ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യം അതാ, നമുക്ക് പല പല വിഷമങ്ങളും നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളും നമുക്ക് നേടാൻ പറ്റില്ല എന്ന് വരും. പക്ഷെ ഒരിക്കലും നമ്മൾ ഡെസ്പ് ആവേണ്ട കാര്യമില്ല. നമുക്ക് വേറെ എന്തെങ്കിലും ടാലന്റ് ഉണ്ടാവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടാവും. അതിനെ നമ്മൾ വർക്ക്ഔട്ട് ചെയ്തിട്ട് അതിൽ നിന്നും അത് നമുക്ക് ഹാപ്പിനെസ് കിട്ടാനും ഒരു ഇൻകം കിട്ടാനും ഒക്കെ എല്ലാവരും ശ്രമിക്കണം. പിന്നെ മാം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ആണെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം. അപ്പൊ മാമിനും അതുപോലെ ക്ലാസ് ഇന്ന് കേട്ടിരുന്ന എല്ലാ ഫ്രണ്ട്സിനും താങ്ക് യു. ബൈ മാം. ആ ചാനലിന്റെ പേരെന്ന് പറഞ്ഞുതരോ ചേച്ചി? ശ്രീസ് വെജ് മെനു എന്നാണ്. ഇനിയിപ്പോ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാലോ. ഞാൻ ഇതുവരെ ഇപ്പഴാ അറിഞ്ഞത്. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, ആ റെസിപ്പീസ് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്ത് നോക്കാലോ. അതിന്റെ ഭാഗമായിട്ട് എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ ആദ്യം നോക്കുന്നത് ശ്രീയുടെ റെസിപ്പിയാണ്. ഉണ്ടാക്കണം തോന്നുമ്പോ ആദ്യം നോക്കണത് അതാണ്. അതാണ് മാം. ഇപ്പൊ മാം ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം മനസ്സിൽ കാണാൻ പറഞ്ഞപ്പോ ഞാൻ കണ്ടത് എന്റെ ചാനലും എന്റെ ചാനലിന്റെ പ്ലേ ബട്ടനും ഒക്കെയാണ്. കാരണം ഒരുപാട് സങ്കടത്തിൽ നിന്നുണ്ടായ ചാനലാണത്. അത്രയും ഞാൻ ഒരു ഗവൺമെന്റ് ജോലി ആഗ്രഹിച്ച് ചെയ്തിട്ടും എനിക്ക് എന്തോ ദൈവം അത് തന്നില്ല. പക്ഷെ അതിന് പകരമായിട്ടായിരിക്കാം എനിക്ക് തോന്നുന്ന ഒരു ഗവൺമെന്റ് ജോലിയിലാണെങ്കിൽ ഇന്ന് മാം എന്നെ ചിലപ്പോൾ അറിയില്ല. ഈ ഒരു ചാനൽ കാരണമാണ് മാം ഇപ്പൊ എന്നെ അറിയുന്നത്. അപ്പൊ ഉള്ളതിൽ സന്തോഷിക്കാൻ പഠിക്കാനും കൂടിയുള്ള വലിയൊരു പാടാണ് സൈൻ ഔട്ട് ചെയ്യണ സമയത്ത് എനിക്ക് പറയാനുള്ളത്. ഓക്കെ ശ്രീ, താങ്ക് യു സോ മച്ച്. ബൈ ടു ഓൾ. ക്ലാസ് കഴിഞ്ഞ ഫസ്റ്റ് ആ ചാനൽ സെർച്ച് ചെയ്യാൻ പോണം. മാം സൈൻ ഔട്ട് ചെയ്യില്ലേ മാം? ഇത്രയും സന്തോഷമുള്ള സമയത്ത് പറയാൻ പറ്റുമോ എന്നറിയില്ല. ഈ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇത് എങ്ങനെയാണ് കാണിക്കേണ്ടത്? എല്ലാ ആക്ടിവിറ്റീസും ചെയ്തിട്ടുണ്ട് മാം. ഇത് സബ്മിറ്റ് ചെയ്യേണ്ടതാണോ മാമിന് കാണിക്കേണ്ടതാണോ എങ്ങനെയാണ്? ആക്ടിവിറ്റീസ് ഒന്നും സബ്മിറ്റ് ചെയ്യണ്ട, നിങ്ങൾ കയ്യിൽ കീപ്പ് ചെയ്യുക. ഇതുപോലെ ഇൻ ബിറ്റ്വീൻ ദ ക്ലാസ് നമ്മൾക്ക് കാണിക്കുമ്പോൾ ബാക്കിയുള്ളവർക്കും ഒരു ഐഡിയ കിട്ടും. പിന്നെ അതുപോലെ തന്നെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യണം. നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് തുടങ്ങിയോ അസൈൻമെന്റ്? ട്യൂസ്ഡേ തുടങ്ങും. ഓക്കെ. നിങ്ങൾക്ക് അതിനുള്ള പ്ലാറ്റ്ഫോം തന്നോ? വീഡിയോ അയച്ചു തന്നോ? എങ്ങനെയാണ് സബ്മിറ്റ് ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ടോ? തന്നിട്ടുണ്ട് മാം, തന്നിട്ടുണ്ട്. ഓക്കെ ദെൻ അത് നമുക്ക് കറക്റ്റ് ചെയ്യാം കേട്ടോ. ഞാൻ നമ്മളുടെ 2-3 ബാച്ചുകളുടെ എക്സാമിന്റെ ഒരു തിരക്കില്ല. അപ്പൊ ഞാൻ ഈ ഒരാഴ്ച കൊണ്ട് ഒരു അവധി വരുള്ളൂ. നമുക്ക് പെരുന്നാളിന്റെ അവധി വരുമ്പോഴേക്കും എനിക്ക് കുറച്ച് വർക്കൊക്കെ ചെയ്ത് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ ദെൻ. ഓക്കെ, ഹാവ് എ നൈസ് ഡേ. താങ്ക് യു സോ മച്ച്. എനിക്ക് തോന്നുന്നു
നെക്സ്റ്റ് ഫ്രൈഡേ ആകുമ്പോൾ നമ്മുടെ ക്ലാസ് ഉണ്ടാവുമായിരിക്കും. ഇനിയിപ്പോ അവധി വരും തോന്നുന്നു. മൺഡേ ട്യൂസ്ഡേ ഒക്കെ ചിലപ്പോൾ അവധിയായിരിക്കും. ഓക്കെ ബൈ. ഇനി വെക്കേഷനിൽ കുട്ടികളുടെ വീട്ടില് കുട്ടികളെയൊക്കെ ശ്രദ്ധിക്കുക. അവരെ കൊണ്ട് ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ചെയ്യിക്കുക. അവരുടെ ഡിജിറ്റൽ വേൾഡിൽ നിന്ന് അവരെ മാറ്റിയെടുക്കണം. എല്ലാ ആക്ടിവിറ്റീസിലും അവരെ ഇൻവോൾവ് ചെയ്യിക്കും. ശ്രീലക്ഷ്മിയുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ശ്രീലക്ഷ്മി പോയിന്ന് തോന്നുന്നു. ശ്രീലക്ഷ്മി ചെറിയ ബേബി ഉണ്ട്, 2 മക്കളുണ്ട് ശ്രീലക്ഷ്മി, കുഞ്ഞൊരു ബേബി ഇപ്പൊ ഉണ്ട്. ഓക്കെ മാം, താങ്ക് യു. Thank you, ma'am. Thank you, ma'am. Bye.